ടൊയോട്ട എന്നുള്ള ബ്രാൻഡ് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ്. ആൻഡ് ക്വാളിസ് എന്ന മോഡൽ എല്ലാവരുടെയും ഇന്ത്യക്കാരുടെയും മലയാളികളുടെയും ഒരു വികാരം തന്നെയാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളതും ഇസ് എ ഫൈൻ എക്സാമ്പിൾ ഓഫ് എ ടൊയോട്ട ക്വാളിസ്. ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇസ് എ ട്രിബ്യൂട്ട് ടു ദിസ് ലെജൻഡറി മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ ദാറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ ഇന്ത്യ. വെൽക്കം ടു JD's Garage. ഒരു 1980s മുതൽ തന്നെ ടൊയോട്ട എന്നുള്ള ബ്രാൻഡ് ഇന്ത്യയിലും കേരളത്തിലും വളരെ പോപ്പുലറായിരുന്നു ഡ്യൂ ടു ഓൾ ദ ഇമ്പോർട്ടൻറ്റ് കാർസ് ദാറ്റ് വർ കമ്മിങ്. നമുക്ക് മറു രാജ്യങ്ങളിലോട്ട് പോയ ആൾക്കാർ അവിടുത്തെ വണ്ടികൾ ടൊയോട്ട വെഹിക്കിൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ആ ഒരു ഹോൾമാർക്ക് ഫീച്ചേഴ്സ് എല്ലാം അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. റിലയബിലിറ്റി, കംഫർട്ട്, എഫോർഡബിലിറ്റി, സ്പേസ്, അതേപോലെ ഈസി ടു മെയിൻറ്റെയിൻ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതോടെ ആൾക്കാരെല്ലാവരും അതുവരെ വേറെ അമേരിക്കനും ജർമ്മൻ വണ്ടികളൊക്കെ കൊണ്ടുവന്നിരുന്നവരെല്ലാവരും ടൊയോട്ടയുടെ വണ്ടികൾ ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മളെല്ലാവരും ഒരുവിധം ടൊയോട്ടയുടെ വണ്ടികൾ ആദ്യം കണ്ടിരുന്നത് ഇമ്പോർട്ടഡ് കൊറോണ, ക്രൗൺ, ക്യാമറി, ഇങ്ങനത്തെ വണ്ടികളെല്ലാം വന്നാണ് നമുക്ക് ഈ ടൊയോട്ട എന്നുള്ള ബ്രാൻഡ് നമുക്ക് ഇത്രയും ഒരു ഫെമിലിയർ ആയത്. കുറേ അധികം ലാൻഡ് ക്രൂയിസറും അതേപോലെ ഹൈലക്സും അങ്ങനെ പല വണ്ടികളും വന്നിട്ടുണ്ട്. എന്നാൽ ടൊയോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂട്ടിലിറ്റി വാല്യൂ, ആ ഒരു റിലയബിലിറ്റി, ഈ കാര്യങ്ങളെല്ലാം ഇന്ത്യൻ കൺസ്യൂമറിൻ്റെ മനസ്സിൽ വളരെ ഫേമായിട്ട് എച്ച്ഡ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് സത്യം പറഞ്ഞാൽ നമ്മുടെ 90s മാർക്കറ്റ് ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ടൊയോട്ടയുടെ വണ്ടികൾ എന്ന് നമുക്ക് അവൈലബിൾ ആയിരിക്കുമെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുമായിരുന്നു. പ്രൈവറ്റ് ഇമ്പോർട്ട്സ് വെച്ച് തുടങ്ങിയെങ്കിലും ഒരു ലേറ്റ് 90s ആയി കഴിഞ്ഞപ്പോഴേക്കും ടൊയോട്ട ഒഫീഷ്യലായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ ഹാപ്പി ന്യൂസായിരുന്നു ഒരു ഇന്ത്യൻ കൺസ്യൂമറിന്. 1997 ടൊയോട്ട ഇന്ത്യയിലേക്കുള്ള എൻട്രി ചെയ്യുന്നത് വിത്ത് കിർലോസ്കർ, ടൊയോട്ട കിർലോസ്കർ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ TKM എന്നുള്ള കമ്പനിയായിട്ടാണ് അവർ തുടങ്ങിയത്. ആൻഡ് അവർ ഉടനെ വന്നു കഴിഞ്ഞ് ആദ്യം തന്നെ ഒരു വണ്ടി ഇറക്കിയോ അങ്ങനത്തെ ഒന്നും ചെയ്തില്ല. പല മാനുഫാക്ചറേഴ്സും അങ്ങനെയാണ് ആ സമയത്ത് ചെയ്തിരുന്നത്. അവരുടെ ഏതെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് മോഡൽ കൊണ്ടുവരും, അതിവിടെ ഇറക്കും, പിന്നെ മനസ്സിലാവും അത് സൂട്ടബിൾ അല്ല, അങ്ങനെ കുറേ ചേഞ്ചുകളൊക്കെ വരുത്തി കഴിയുമ്പോഴേക്കും ആൾക്കാർക്ക് മടുക്കുമായിരുന്നു. GM വാസ് വൺ സച്ച് എക്സാമ്പിൾ. എന്തായാലും ടൊയോട്ട ഇന്ത്യയിൽ വന്ന് ദേ അണ്ടർടുക്ക് എ വെരി ഇൻഡെപ്ത് മാർക്കറ്റ് സ്റ്റഡി. എന്നിട്ട് മനസ്സിലാക്കി എന്ത് വണ്ടിയാണ് വേണ്ടതെന്ന്. ആൻഡ് അവർ ഡിസൈഡ് ചെയ്തത് വാസ് എ മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ. അത് ആക്ച്വലി ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. കാര്യം ആ സമയത്ത് ഇന്ത്യൻ പാസഞ്ചർ കാർ മാർക്കറ്റ് വളരെയധികം ഗ്രോ ചെയ്യായിരുന്നു. നമുക്ക് ബാക്കി കമ്പനീസ് നോക്കിയാൽ ഹോണ്ട സിറ്റി ഉണ്ടായിരുന്നു, ലാൻസർ മിറ്റ്സുബിഷി ഇറക്കിയായിരുന്നു, ഓപ്പൽ വെഹിക്കിൾസ് വന്നായിരുന്നു, ആസ്ട്ര, കോർസ, ഇങ്ങനെ പല ബ്രാൻഡ്സും വന്ന് ഒരു ഇന്ത്യയുടെ പാസഞ്ചർ കാർ മാർക്കറ്റ് വളരെയധികം ബൂമിംഗ് ആയിരുന്നു. ആൻഡ് അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും കാലം ഒരു കംഫർട്ടബിൾ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള വെഹിക്കിൾ അങ്ങനെ അധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ടൊയോട്ടയും വരുമ്പോൾ അവരുടെ കൊറോളയോ അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല ചെറിയ വണ്ടികളായിട്ടായിരിക്കും വരുന്നത്, സെഡാൻസിൽ, ഓർ മേ ബി എ ഹാച്ച് ബാക്ക് ലൈക്ക് ദ സ്റ്റാർലെറ്റ്, അങ്ങനെ വലുതും വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ടൊയോട്ട ത്രൂ എ കർവ് ബോൾ അറ്റ് ഓൾ ഓഫ് us. അവരുടെ എക്സ്റ്റെൻസീവ് മാർക്കറ്റ് റിസർച്ചിൽ മനസ്സിലാക്കിയത് ഇന്ത്യക്ക് പറ്റിയൊരു വണ്ടി ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിളാണ്. ആൻഡ് ജാൻ 2000 അവർ ഈ വണ്ടി പബ്ലിക്കിന് അൺവെയിൽ ചെയ്ത് അറ്റ് ദി ഓട്ടോ എക്സ്പോ 2000. അതൊരു ഭയങ്കര മൈൽ സ്റ്റോൺ മൊമെൻ്റ് ആയിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അതുവരെ എല്ലാവരും പ്രതീക്ഷിച്ചെന്ന് കംപ്ലീറ്റ് ഒരു ചേഞ്ച് ആയിരുന്നു. ആൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് അത്രയും റിസർച്ച് ചെയ്ത് അത്രയും ഒരു കസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു വണ്ടി ആ സമയത്ത് നമ്മളാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഹോണ്ട സിറ്റി എന്ന് പറഞ്ഞാലും അത് തായ് മാർക്കറ്റിൽ നിന്ന് അങ്ങനെ എടുത്ത് പ്ലാന്റ് ചെയ്ത വണ്ടിയായിരുന്നു. ഫോർഡ് എസ്കോർട്ട് UK നിന്ന് അങ്ങനെ കൊണ്ടുവന്നതായിരുന്നു. ആസ്ട്ര യൂറോപ്പിൽ നിന്ന് അങ്ങനെ കൊണ്ടുവന്നതായിരുന്നു. സോ ദിസ് വാസ് ആക്ച്വലി ബേസ്ഡ് ഓൺ ദ ടൊയോട്ട കിജാങ്. ടൊയോട്ട കിജാങ് എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയിൽ ഒരു വളരെ പോപ്പുലർ MUV വെഹിക്കിളാണ്. പക്ഷേ അതിന് സ്റ്റൈലിങ്ങും അതേപോലെ കുറേ കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടായിരുന്നു. ആ സമയത്ത് എറണാകുളത്ത് ആക്ച്വലി ഒരു കിജാങ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ദറ്റ് കാർ ഇസ് സ്റ്റിൽ അറൗണ്ട്, ഇറ്റ് ഹാസ് ടു ബി അറൗണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്വാളിറ്റി കാണുമ്പോൾ ആക്ച്വലി ഭയങ്കര വ്യത്യാസങ്ങളുണ്ടായിരുന്നു, ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ. ആൻഡ് അവർ പറയുന്നത് ഈ വണ്ടി ഡെവലപ്പ് ചെയ്തപ്പോൾ ഉള്ള ഏറ്റവും വലിയ കോർ ഇത്തോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാസഞ്ചർ കാർ അല്ലെങ്കിൽ ഒരു ലക്ഷറി കാർ കൊടുക്കുന്ന കംഫർട്ട്, ഡ്രൈവിംഗ് ഡൈനാമിക്സ്, ഡ്രൈവിംഗ് ഫീൽ ആൻഡ് ഒരു ക്വാളിറ്റി എന്നുള്ള ആ ഒരു പെർസെപ്ഷനും എല്ലാം കൊടുക്കുന്ന ഒരു MUV ആണ് ടൊയോട്ട ഉണ്ടാക്കിയത്. ടൊയോട്ട ഇതിനധികം MUV എന്ന് വിളിച്ചിട്ടില്ല. കാര്യം ആ സമയത്തുള്ള MUV എന്ന് പറയുമ്പോൾ യു ഹാവ് ദ ടാറ്റ സുമോ ആൻഡ് ദ മഹീന്ദ്ര അർമാഡ. ആൻഡ് ഇത് രണ്ടും വൈൽ ദേ വർ വെരി കേപ്പബിൾ വെഹിക്കിൾസ്, വളരെ റൂഡിമെൻ്ററി ആയിരുന്നു, ഭയങ്കര ഒരു റഫ് ആൻഡ് ടഫ് വെഹിക്കിളായിരുന്നു. ആരും ഒരു സുമോ അല്ലെങ്കിൽ ഒരു അർമാഡേൻ്റെ അടുത്ത് ഒരു ഫാമിലി കാറിൻ്റെ പകരം മേടിക്കാനായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു റഫ് ആൻഡ് ടഫ് യൂട്ടിലിറ്റി വേണ്ടവർക്ക് മാത്രമായിരുന്നു ആ വണ്ടികൾ അപ്പീൽ ചെയ്തിരുന്നത്. എന്നാൽ ക്വാളിസ് എന്ന ഈ പ്രൊഡക്റ്റ് വന്നപ്പോഴാണ് ദിസ് ഓപ്പൺഡ് അപ്പ് ദി MUV അല്ലെങ്കിൽ ഇത്തരം പ്രാക്ടിക്കൽ മാർക്കറ്റ് ടു എ വൈഡ് സെറ്റ് ഓഫ് പീപ്പിൾ. ക്വാളിസ് എന്നുള്ള പേര് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ ക്വാളിറ്റി ആൻഡ് സർവീസ്.
ഈ രണ്ട് കാര്യങ്ങളാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പാസഞ്ചർ അല്ലെങ്കിൽ MUV മാർക്കറ്റിൽ ഇന്ത്യയിൽ ഇല്ലാഞ്ഞത്. ഈ രണ്ട് സാധനങ്ങളാണ് ടൊയോട്ട ഡിസൈഡ് ചെയ്ത് ഓക്കെ ദിസ് ഈസ് ഗോയിങ് ടു ബി അവർ ഫോക്കസ് ആൻഡ് ദിസ് ഈസ് ഹൗ വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് എൻ എപ്പിക് വെഹിക്കിൾ ഫ്രം എൻ എപ്പിക് ബ്രാൻഡ്. ടൊയോട്ടയുടെ ടാർഗറ്റ് മാർക്കറ്റ് സുമോവും അർമാഡയും അല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മോഡൽ നോമൻക്ലേച്ചറും അവരുടെ ആഡ്സ് ആ സമയത്ത് ചെയ്തിരുന്നതാണ്. മോഡൽ നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ ഈ വണ്ടി ആക്ച്വലി 2000 ഇറങ്ങുന്ന കോളസ് എന്ന് പറഞ്ഞാൽ ഈ ലുക്കല്ല. ദിസ് ഈസ് ദ ഫേസ് ലിഫ്റ്റ് കോളസ്. 2000 ഇറങ്ങുന്ന പ്രീ ഫേസ് ലിഫ്റ്റ് കോളസ് ആണ്. അത് ആക്ച്വലി ഇതിനേക്കാളും കുറച്ചും കൂടെ പല കാര്യങ്ങളിലും ഒരു കുറച്ചുകൂടെ ബേസിക് ലുക്കിംഗ് ഒരു വെഹിക്കിളായിരുന്നു. ആൻഡ് കുറേ കാര്യങ്ങൾ അതിനകത്ത് ആക്ച്വലി ആ സമയത്തേക്ക് പോലും കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിരുന്നു. ആ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടാണ് അവർ ഫേസ് ലിഫ്റ്റ് വേർഷൻ ഇറക്കിയത്. എന്നാൽ അവരുടെ മോഡൽ നോമൻക്ലേച്ചർ ആ സമയത്ത് നോക്കുകയാണെങ്കിൽ FS, GS, GST എന്ന് പറഞ്ഞ 3 മോഡൽസിലാണ് ഇറക്കിയത്. ഇതിൻ്റെ എല്ലാം പേരെന്താണെന്ന് പറഞ്ഞാൽ FS സ്റ്റാൻഡ്സ് ഫോർ ഫാമിലി സലൂൺ, GS സ്റ്റാൻഡ്സ് ഫോർ ഗ്രാൻഡ് സലൂൺ ആൻഡ് GST സ്റ്റാൻഡ്സ് ഫോർ ഗ്രാൻഡ് സലൂൺ ടൂറിംഗ്. അപ്പോൾ ഇതിലെല്ലാത്തിലൊരു പേരുണ്ട്. സലൂൺ എന്നുള്ള ആ ഒരു പേര്, അതേപോലെ ഫാമിലി, ഗ്രാൻഡ്, ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ അത് ആ സമയത്തുണ്ടായിരുന്ന റൂഡിമെൻ്ററി വണ്ടികളിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ടൊയോട്ട വാസ് വെരി 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 സക്സസ്ഫുൾ അറ്റ് ദാറ്റ്. 4 കൊല്ലമാണ് ആക്ച്വലി ഈ വണ്ടി ഇറങ്ങിയത്. അതിനകത്ത് ഓവർ 1.4 lakh വെഹിക്കിൾസ് വെ സോൾഡ്. ആൻഡ് ആ സമയത്ത് ദാറ്റ് വാസ് എൻ അൺഹേർഡ് ഓഫ് നമ്പർ. ടൊയോട്ട ഈ വണ്ടി ഇറക്കിയപ്പോൾ വേറെ കുറേ പ്രത്യേകതകളുണ്ടായിരുന്നു. അവർ ആ സമയത്തുണ്ടായിരുന്ന ബുക്കിംഗ് സിസ്റ്റം അങ്ങോട്ട് അബോളിഷ് ചെയ്തു. ആ സമയത്ത് 22 സിറ്റീസിലാണ് അവർ ലോഞ്ച് ചെയ്തത്. 25 ഡീലേഴ്സാണ് ഉണ്ടായിരുന്നത്. ആൻഡ് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ ആ ഡീലേഴ്സിൽ ഒട്ടുമുക്കാൽ ഡീലേഴ്സ് ഓർ മേ ബി ഈവൺ ഓൾ ദ ഡീലേഴ്സ് ആർ സ്റ്റിൽ ടൊയോട്ട ഡീലേഴ്സ്. ആൻഡ് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈ കാലത്ത് ഒരു ബ്രാൻഡ് ലോയൽറ്റി അല്ലെങ്കിൽ ഒരു ഡീലർഷിപ്പ് ആണെങ്കിലും പല പല കാരണങ്ങൾ കൊണ്ട് മാറിപ്പോകുന്നൊരു സിറ്റുവേഷനിൽ ടൊയോട്ടയുടെ ഡീലേഴ്സ് ദേ ഹവ് സ്റ്റേഡ് ട്രൂ ടു ദ ബ്രാൻഡ്. ദാറ്റ് ഷോസ് ദ ട്രസ്റ്റ് ഇൻ ദ ബ്രാൻഡ് ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. ആ സമയത്തുള്ള വേറൊരു ഡിഫറൻസ് ടൊയോട്ട ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിനിലായിരുന്നു. മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ആ സമയത്ത് ടച്ച് ആൻഡ് ട്രൈ എന്ന് പറഞ്ഞ ഒരു ടാഗ് ലൈനിലാണ് അവർ ഇറക്കിയത്. സോ ബേസിക്കലി അവർ പറയുന്ന അത് ആക്ച്വലി ഒരു കാര്യത്തിൽ ആവശ്യമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് എ വെരി ഗുഡ് ലുക്കിംഗ് കാർ. അപ്പോൾ അത് ഫോട്ടോ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യെന്ന് പറഞ്ഞ് മിക്കവാറും അടച്ചു വെച്ചിട്ട് പോകും. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അങ്ങനെ പുജിക്കണ്ട, നിങ്ങൾ വന്ന് വണ്ടി ഒന്ന് കണ്ടു നോക്ക്, ഓടിച്ച് നോക്ക്, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു തീരുമാനം എടുക്കുക എന്നുള്ള ആ ഒരു ടാഗ് ലൈനാണ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് വെരി സക്സസ്ഫുൾ. കാര്യം ഈ വണ്ടി കണ്ടപ്പോൾ എല്ലാവരും ആലോചിച്ച് ഇതാണ് ഇത്രയും കാലം കഴിഞ്ഞ് ഇവർ ഇറക്കിയത് എന്നുള്ളത്. പക്ഷേ ഇത് ഓടിച്ച് കഴിഞ്ഞപ്പോഴേക്കും പീപ്പിൾ ആബ്സല്യൂട്ട്ലി ഫെൽ ഇൻ ലവ് വിത്ത് ഇറ്റ്. കാര്യം ടൊയോട്ട ഇത് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാർ ലൈക്ക് ഫീൽ, ഒരു കാർ ലൈക്ക് ആ ഒരു ഡ്രൈവിംഗ് ഡൈനാമിക്സ് എല്ലാം കിട്ടണം എന്നുള്ളതായിരുന്നു. അതെല്ലാം അവർക്ക് കൊണ്ടുവരാൻ പറ്റി. അത് കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ 14-inch വീലായിരുന്നു. ആൻഡ് അതൊരു കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നു. കാര്യം ആ സമയത്ത് നമ്മൾ സുമോ എടുത്താലും അർമാഡ എടുത്താലും എല്ലാം 15-inch വീൽസ് ആയിരുന്നു. ആൻഡ് അതേപോലെ വലിയ ടയർ സൈസും ഒരു SUV ടയേഴ്സാണ് അതിനകത്തൊക്കെ വന്നിരുന്നത്. ആൻഡ് ഓൾ ദാറ്റ് വുഡ് എഫക്ട് ദ ഡ്രൈവിംഗ് ഡൈനാമിക്സ്. വേറെസ് ഈ വണ്ടി അതിൻ്റെ അണ്ടർപൈനിങ്സ് കുറേ കാര്യങ്ങൾ കാറ് പോലെയായിരുന്നു. അപ്പോൾ ആ കാറിൻ്റെ ഡ്രൈവിംഗ് ഫീല് കിട്ടി. എന്നാൽ ബോഡി ഓൺ ഫ്രെയിം SUV ആണ്, ബാക്കിൽ ലീഫ് സ്പ്രിംഗ് സസ്പെൻഷനാണ്, ഇറ്റ് ഈസ് വെരി റഗഡ് അണ്ടർനീത്ത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ പൊട്ടിപ്പൊളിഞ്ഞ റോട്ടിലാണെങ്കിലും അടിപൊളിയായിട്ട് ഇത് ഓടിക്കാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത്രയും കാലം കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലായി ഇറ്റ് ക്യാൻ ഔട്ട് ലാസ്റ്റ് ജനറേഷൻസ്. കാര്യം ഇപ്പോഴും നമുക്ക് 10 ലക്ഷം കിലോമീറ്ററിൽ മേലെ ഓടി മീറ്റർ തിരിഞ്ഞ ഒരുപാട് കോളേജുകളുണ്ട്. ആൻഡ് ദേ ആർ സ്റ്റിൽ റണ്ണിങ്. ഇപ്പോഴും ഈ ബ്രാൻഡിനോടുള്ള അതേപോലെ ഈ ഒരു മോഡലിനോടുള്ള ഒരു ലവും ഒരു അട്രാക്ഷനും കാണുമ്പോൾ തന്നെ നമുക്കറിയാം ടൊയോട്ട വാസ് വെരി സക്സസ്ഫുൾ ഇൻ വാട്ട് ദേ ഡിഡ് ബാക്ക് ഇൻ ദ ഡേ. ഓക്കെ, സോ ഫസ്റ്റ് ജനറേഷൻ കോളസ് എന്ന് വിളിക്കാം ദ പ്രീ ഫേസ് ലിഫ്റ്റ് കാർസ്. നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സൈഡിൽ ബോഡി ഗ്രാഫിക്സ് വന്നതാണ്. ആക്ച്വലി കോളസാണ് ഇന്ത്യയിൽ ഈ ബോഡി ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനം ട്രെൻഡാക്കിയത്. പിന്നെ നമ്മൾ ചെറിയ പട്ടിക്കുട്ടികൾ ഇങ്ങനെ എത്തി നോക്കുന്നതും ബുള്ളറ്റും സാധനങ്ങളൊക്കെ പിന്നെയാണ് പോപ്പുലറായത്. അതിനു മുമ്പ് ആദ്യമായിട്ട് ഈ ഒരു ബോഡി ഗ്രാഫിക്സ് കൊണ്ടുവന്നത് ടൊയോട്ട ആയിരുന്നു. FS മോഡലിന് ഗ്രാഫിക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. GSന് ഒരു ടൈപ്പ് ഗ്രാഫിക്സും GSTക്ക് ഒരു റാലി സ്ട്രൈപ്പും അങ്ങനത്തെ ഒരു ചെക്കേർഡ് ഫ്ലാഗും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഫേസ് ലിഫ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് കുറച്ചും കൂടെ ക്ലീനറായി. കാര്യം അപ്പോഴേക്കും കാലം മാറി, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒക്കെ വന്നു പോയി. അപ്പോൾ പിന്നെ കുറച്ചും കൂടെ ക്ലീനർ ലുക്കായിരുന്നു കുറച്ചും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗ്രാഫിക്സ് എന്നുള്ള പരിപാടിയെ നിർത്തി. ആൻഡ് കുറച്ചും കൂടെ മെറ്റാലിക് കളേഴ്സ്, കുറച്ചുകൂടെ വൈബ്രൻറ്റ് കളേഴ്സും കാര്യങ്ങളെല്ലാം ഇറക്കിയായിരുന്നു. ആൻഡ് അതിലത്തെ ഏറ്റവും പോപ്പുലറായ ഒരു കളർ കോമ്പിനേഷനാണ് ഈ RSന് വന്നിരുന്നത്. RS 2 കളറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. യു ഹാവ് ദ ഗ്രീൻ ആൻഡ് ഈ ഒരു ഷാമ്പെയിൻ കളർ, അല്ലെങ്കിൽ ദ എക്സ്ട്രീംലി റെയർ റെഡ് ആൻഡ് ദ ഷാമ്പെയിൻ കളർ. നമ്മളൊരു കോളേജിനെ പറ്റി പറയുമ്പോൾ അതിൽ ഏറ്റവും കുറച്ച് പറയാനുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനാണ്. എനിക്ക് തോന്നുന്നു ടൊയോട്ട ലീസ്റ്റ് എമൗണ്ട് ഓഫ് എഫേർട്ട് ഇട്ടിരിക്കുന്നത് അതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിലാണ്.
ആൻഡ് ആ സമയത്ത് അത് വളരെ ഒരു വിയർഡായിട്ട് തോന്നിയെങ്കിലും എനിക്ക് തോന്നുന്നു ഇന്ത്യൻസ് ഹാവ് ഗ്രോൺ ടു ലൈക്ക് ഇറ്റ്. കാര്യം ഇപ്പോൾ ഒരു കോളസ് കാണുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് അങ്ങനത്തെ ഒന്നും തോന്നുന്നില്ല. കാര്യം ഇറ്റ് ഹാസ് ഏജ്ഡ് ക്വൈറ്റ് വെൽ, ബിക്കോസ് മേ ബി അത് ഇറങ്ങിയപ്പോൾ തന്നെ ഇറ്റ് വാസ് ലുക്കിംഗ് ക്വൈറ്റ് ഏജ്ഡ്. പക്ഷേ എന്തായാലും കോളസിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ആസ് യു ക്യാൻ സി ഇതൊരു ബോക്സാണ്. സത്യം പറഞ്ഞാൽ എനിക്കിത് കാണുമ്പോഴും ഇത് ഓടിക്കുമ്പോഴും തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ഇന്ത്യക്കാർക്ക് കിട്ടിയിട്ടുള്ള പാവങ്ങളുടെ ലാൻഡ് ക്രൂസർ 70 സീരീസ്. കാര്യം ആ ഒരു സെയിം ഇത്തോസാണ്. എങ്ങനെ വേണമെങ്കിലും ലുക്ക് ആയിക്കോട്ടെ, കുഴപ്പമില്ല, ലുക്കിലല്ല വർക്കിലാണ് കാര്യം എന്ന് പറയുന്നതാണ് ഒരു കോളിസിൻ്റെ കോർ ഇത്തോസ്. ഡിസൈനിൻ്റെ കാര്യം പറയുമ്പോൾ അഗൈൻ പ്രീ ഫേസ് ലിഫ്റ്റിനെ പറ്റി കുറേ ചേഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാനുണ്ടാവും. പ്രീ ഫേസ് ലിഫ്റ്റ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ അധികം കാണാനില്ല. ഇറ്റ് ഇസ് മോറോലെസ്റ്റ് എക്സ്റ്റിങ്ക്റ്റ് എന്ന് തന്നെ പറയാം. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പലവരും അത് ഫേസ് ലിഫ്റ്റ് ചെയ്ത് പുതിയ വണ്ടിയാക്കി. അപ്പോൾ എന്തായാലും ഈ ഒരു റിവ്യൂക്ക് നമുക്ക് കൂടുതലും ഈ ഒരു ഫേസ് ലിഫ്റ്റ് വണ്ടിയിൽ ഫോക്കസ് ചെയ്യാം. സോ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഇസ് മൈ പ്രൈഡ് ആൻഡ് ജോയ്. ദിസ് ഇസ് മൈ ക്വാളിസ് RS പെട്രോൾ. ഒരു വെരി റെയർ വേർഷനാണ്. ആൻഡ് ദിസ് ഇസ് ദ ടോപ്പ് എൻഡ് വേർഷൻ ഓഫ് ദ ക്വാളിസ് ലൈനപ്പ്. ആൻഡ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുണ്ടായിരുന്ന ക്വാളിസും ഇതാണ്. സ്റ്റാൻഡേർഡ് കോളസ് ഇറങ്ങിയപ്പോൾ 4.5 lakhs തൊട്ട് ഓൾമോസ്റ്റ് 7.5 lakhs വരെയായിരുന്നു അതിൻ്റെ പ്രൈസിങ് ഉണ്ടായിരുന്നത്. ആക്ച്വലി ഷോക്ക് പ്രൈസിങ് ആയിരുന്നു. എന്നാൽ വർഷങ്ങൾ കയറുന്നോറും പ്രൈസ് കയറി, ലിമിറ്റഡ് എഡിഷൻസ് വന്നു, അതേപോലെ ഫുള്ളി ലോഡഡ് വേരിയൻസ് വന്നപ്പോഴേക്കും പ്രൈസ് 10 ലക്ഷം രൂപയുടെ അടുത്തോട്ട് പോയായിരുന്നു. നമുക്ക് ഈ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റൈലിങ്ങിൽ നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുന്ന ഈ ഒരു വളരെ മാസീവ് ഫ്രണ്ട് ഗ്രില്ലാണ് വിത്ത് ദിസ് ക്രോം ലൈനിങ് ആൻഡ് എവറിത്തിങ്. അതായിരുന്നു ഇതിൻ്റെ ഒരു സെൻട്രൽ ഡിസൈൻ എലമെൻറ്റ് എന്ന് തന്നെ പറയാം. ആൻഡ് പഴയ വണ്ടിയിൽ നിന്ന് ഇത് ആക്ച്വലി ഭയങ്കര ഇമ്പോസിങ് ഒരു ഗ്രില്ലാണ് വന്നത്. ആൻഡ് മൾട്ടി ഫോക്കൽ റിഫ്ലക്റ്റർ ഹെഡ്ലൈറ്റ്സ് ആയി, പ്ലാസ്റ്റിക്കായി. ആദ്യം വന്ന കോളേജിന് ഗ്ലാസ് ഹെഡ്ലൈറ്റ്സ് ആയിരുന്നു, ഗ്ലാസ് കവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ദീസ് ആർ പ്ലാസ്റ്റിക് ആൻഡ് മൾട്ടി ഫോക്കൽ റിഫ്ലക്ടറാണ്. ആൻഡ് സർപ്രൈസിംഗ്ലി ഗുഡ് ക്വാളിറ്റി. കാര്യം ഇത് ഇത്രയും കാലമായിട്ടും ഇത് തീരെ ഫേഡ് ചെയ്തിട്ടില്ല. ഇത് 20 കൊല്ലം കഴിഞ്ഞു വണ്ടി, ബട്ട് ഇറ്റ്സ് നോട്ട് ഫേഡഡ് വൺ ബിറ്റ്. അഗൈൻ ഇവിടെ ഫോഗ് ലൈറ്റ്സ് വന്നു. പഴയ പ്രീ ഫേസ് ലിഫ്റ്റ് വണ്ടിക്ക് ഫോഗ് ലൈറ്റ്സ് ഉണ്ടായിരുന്നില്ല, എക്സെപ്റ്റ് ഫോർ ദ GST വേർഷൻ. അതിന് ബുൾബാറിൻ്റെ കൂട്ടത്തിൽ 2 യെല്ലോ ഫോഗ് ലൈറ്റ്സ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഫോർ സം റീസൺ ടൊയോട്ട യെല്ലോ ഫോഗ് ലൈറ്റ്സാണ് കൊടുത്തത്. ബട്ട് മോസ്റ്റ് ഓഫ് ഇന്ത്യ ഡിൻ നീഡ് ദാറ്റ് ഫോഗ് ലൈറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത വേർഷൻ വന്നപ്പോൾ അവർ വൈറ്റ് ഫോഗ് ലൈറ്റ്സ് ആക്കി. ആൻഡ് സൈഡിലോട്ട് വരുമ്പോൾ ഫേസ് ലിഫ്റ്റും പ്രീ ഫേസ് ലിഫ്റ്റും തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എക്സെപ്റ്റ് ഈ ഒരു വീൽ ആർച്ചസ് വന്നു. ആൻഡ് ദീസ് റിയലി ഹെൽപ്ഡ്. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു മസ്കുലർ, കുറച്ചും കൂടി ഒരു ഒരു ജീവനുള്ള പോലത്തെ ഒരു ലുക്ക് വന്നായിരുന്നു. വേറെ ഏർലിയർ കാർസ് ഭയങ്കര പെറ്റീറ്റായിരുന്നു. ആൻഡ് ആ ചെറിയ ടയേഴ്സും ഇൻസെറ്റ് ആയിട്ടുള്ള ട്രാക്കും കൂടെ കണ്ടു കഴിയുമ്പോഴേക്കും നമുക്കതൊരു ഭയങ്കര ഒരു വീക്ക് ഫീലിംഗ് ആയിരുന്നു. ഒടിഞ്ഞ് വീഴുമോ എന്നൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഫീലിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. കാർ വാസ് വെരി സോളിഡ്. പക്ഷേ എന്തായാലും ഈ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് വന്നപ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസം വന്നു. ആൻഡ് അഗൈൻ ഈ RS വേർഷൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ഫുൾ റണ്ണിങ് ബോർഡും അങ്ങോട്ടുള്ള ബോഡി സ്കേർട്സ് പോലത്തെ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആൻഡ് ഈ കാലത്ത് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഇറ്റ് ഹാസ് ഏജ്ഡ് ക്വൈറ്റ് വെൽ. ഈ ക്രോം മിറേഴ്സ് അഗൈൻ ഒരു ടോപ്പ് എൻഡ് വേർഷൻ്റെ സ്പെഷ്യാലിറ്റി ആയിരുന്നു. ആദ്യത്തെ പ്രീ ഫേസ് ലിഫ്റ്റ് GST വേർഷനും ക്രോം മിറേഴ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് RS വന്നപ്പോഴും അവർ ക്രോം മിറേഴ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സൈഡിൽ അഗൈൻ നമുക്ക് ഈ വണ്ടിയിലാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇതൊരു പ്രോപ്പർ വൈൻഡ് ഡൗൺ ഗ്ലാസ് ആണ്. RSൽ പവർ വിൻഡോസ് ആണ്. ഏർലിയർ വേർഷൻസിന് വന്നിരുന്ന സ്ലൈഡിംഗ് ഗ്ലാസ് ആയിരുന്നു. അത് ആക്ച്വലി ഭയങ്കര ഇൻകൺവീനിയൻ്റ് ആയിരുന്നു യൂസ് ചെയ്യാനായിട്ടും. ആൻഡ് എസ്പെഷ്യലി നോൺ AC വേർഷൻസ് ഒക്കെ ആണെങ്കിൽ അത് എയർ ഫ്ലോയും കാര്യങ്ങളെല്ലാം കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. സോ ടൊയോട്ട കറക്റ്റഡ് ഓൾ ദാറ്റ്. ആൻഡ് ഇറ്റ് വാസ് ആക്ച്വലി ക്വൈറ്റ് എ കോംപ്രിഹെൻസീവ് ഫേസ് ലിഫ്റ്റ് ആ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ. കോളസിൻ്റെ സ്റ്റൈലിങ്ങിൽ പിന്നെ നമ്മൾ റിയർ എൻഡാണ് ബാക്കിയുള്ളത്. റിയർ എൻഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഭയങ്കര സിമ്പിളാണ്. ഇറ്റ്സ് ബേസിക്കലി ഒരു ഓൾമോസ്റ്റ് വെർട്ടിക്കൽ കട്ടാണ്. ചെറിയൊരു ആംഗിൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ടു ബേസിക്കലി ബ്രേക്ക് ദ മൊണോട്ടണി. നമ്മുടെ ബോഡിയിൽ സൈഡിൽ കൂടെ വരുന്ന ആ ലൈൻസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇതിപ്പോൾ ഈ ഒരു RS വേർഷൻ ആയതുകൊണ്ടാണ് ഇതിപ്പോൾ കാണാൻ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കളർ ഡിഫറൻസസ് ഉണ്ട്. RSനാണ് ബ്ലാക്ക് പില്ലേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ സൈഡിൽ ബ്ലാക്ക് പില്ലേഴ്സാണ്. അതേ തീം കണ്ടിന്യൂ ചെയ്ത് ഇവിടെയും ഒരു ബ്ലാക്ക് ഫിനിഷാണ് വന്നിരിക്കുന്നത്. ഈ ബൂട്ട് ലിഡിൽ ഇവിടെ ഒരു ക്രോം ഹാൻഡിലും ഈ ഒരു ട്രിം പീസും വന്നിട്ടുണ്ട്. സോ പ്രീ ഫേസ് ലിഫ്റ്റ് വണ്ടികൾക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ ഫേസ് ലിഫ്റ്റിൻ്റെ ടെയിൽ ലൈറ്റ്സ് ആക്ച്വലി ഭയങ്കര ചെറുതായിരുന്നു. ഒരു ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ആ ഒരു ഫീഡ്ബാക്ക് ആക്ച്വലി അവർക്ക് കിട്ടിയായിരുന്നു. കാര്യം ബാക്കിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര ബേസിക് ആണ് ആ വണ്ടി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലിയർ ലെൻസ് ലൈറ്റ്സ് വന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഒരു അഡീഷണൽ ഈ ഒരു ലൈറ്റ് എലമെൻറ്റ് കൊടുത്തു. ഇത് ലൈറ്റൊന്നുമല്ല, ദീസ് ആർ ബേസിക്കലി ജസ്റ്റ് റിഫ്ലക്റ്റേഴ്സ്. ആൻഡ് ഒരു വെരി വിയേർഡ് ലുക്കിംഗ് ഒരു പിങ്ക് ഇൻഡിക്കേറ്റേഴ്സാണ് ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ലുക്സ് നൈസ്. ഇപ്പോൾ കാണുമ്പോൾ ആക്ച്വലി ഭയങ്കര ക്വർക്കിയാണ്, രസമുണ്ട് കാണാനായിട്ട്. പിന്നെ RS വേർഷന് ഇവിടെ സ്പോയിലർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ റിയർ വാഷ് വൈപ്പിൻ്റെ ഒരു നോസിൽ ഇവിടെ ഉണ്ട്. വൈപ്പറും സാധനങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് ഒരു SUV അല്ല, MUV ആണ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ടെയിൽ മൗണ്ടഡ് സ്പെയർ ഇല്ല. ആ സമയത്ത് ബാക്കി സൂമോ എടുത്താലും അർമാഡ എടുത്താലും ആ ഒരു മാസീവ് സ്പെയർ പൊക്കിയെടുത്ത് മാറ്റുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വണ്ടി വന്നപ്പോൾ വളരെ നീറ്റായിട്ട് വണ്ടിയുടെ അടിയിലാണ് ഇതിൻ്റെ സ്പെയർ വീല് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദാറ്റ് യു ക്യാൻ ഓപ്പറേറ്റ് ഇറ്റ് ഫ്രം ഹിയർ.
സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. വേറെ കൂടുതൽ ഡ്രാമയും അങ്ങനെ കാര്യങ്ങളായിട്ടൊന്നും ഈ വണ്ടിയിലില്ല. ഇങ്ങനെ ആദ്യം പറഞ്ഞല്ലോ, ഇതിന് ഏറ്റവും കുറവ് പറയാനുള്ളത് ഇതിൻ്റെ എക്സ്റ്റീരിയറിനെ കുറിച്ചാണ്. നമുക്കിതിൻ്റെ ഇൻറ്റീരിയറും ഇതിൻ്റെ ഡ്രൈവ് ഫീലും ബാക്കി വേർഷൻസ്, വേരിയൻറ്റ്സ്, കുറേ കഥകൾ നമുക്ക് വണ്ടിക്കകത്ത് കയറിയിട്ട് പറയാം. നമ്മൾ കോളേജിൻ്റെ എക്സ്റ്റീരിയർ പറഞ്ഞായിരുന്നു അതിനെപ്പറ്റി അധികം പറയാനൊന്നുമില്ല എന്ന്. എന്നാൽ ഇൻറ്റീരിയറിനെ പറ്റി കോളേജിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാര്യം ആ സമയത്ത് ഇന്ത്യൻ MUV അല്ലെങ്കിൽ കാർ മാർക്കറ്റിൽ ഇതുവരെ ഓഫർ ചെയ്യാത്ത ഒരു ഫ്ലെക്സിബിലിറ്റി, അതേപോലെ ക്വാളിറ്റി, കംഫർട്ട്, കുറേ കാര്യങ്ങൾ കൊടുത്തായിരുന്നു, കുറേ ഓപ്ഷൻസും കൊടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും കോളേജിനകത്ത് കയറിയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ കൂടെ ഒന്ന് പറയാം. സോ കോളേജിലോട്ട് കയറുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നമുക്ക് നോട്ടീസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈസ് ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്. നമ്മളൊരു സുമോ അല്ലെങ്കിൽ അർമാഡ അല്ലെങ്കിൽ അതുപോലത്തെ ആ സമയത്തുള്ളൊരു യൂട്ടിലിറ്റി വെഹിക്കിൾസിൽ കയറുമ്പോൾ ആക്ച്വലി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, എസ്പെഷ്യലി എൽഡർ ഫോക്കിന്. വേറെ കോളേജിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇറ്റ് വാസ് വെരി ഈസി. കാര്യം ഈ റണ്ണിങ് ബോർഡും കാര്യങ്ങളെല്ലാം ഇറ്റ് വാസ് ഡിസൈൻഡ് ഫ്രം ഗ്രൗണ്ട്സ് അപ്പ് ടു ഈസ് എൻട്രി ആൻഡ് എക്സിറ്റ്. ആൻഡ് അത് സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ചവിട്ടി സ്മൂത്തായിട്ട് നമുക്ക് കോളേജിനകത്തോട്ട് കയറാം. ആൻഡ് ഇറ്റ് ഈസ് വെരി വെരി കംഫർട്ടബിൾ. ആൻഡ് നമ്മൾ കയറി ഇരിക്കുമ്പോൾ തന്നെ യു ആർ ഇൻസ്റ്റൻ്റ്ലി അറ്റ് ഹോം ഇൻ ദിസ് കാർ. കാര്യം എല്ലാം നമ്മുടെ അടുത്താണ്, എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളാണ്. ഈ സ്റ്റിയറിംഗ് വീൽ ഇസ് പെർഫെക്റ്റ്ലി പൊസിഷൻഡ്, അഡ്ജസ്റ്റ്മെൻറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ. ബട്ട് എങ്കിലും ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി പൊസിഷൻ ഫോർ ഓൾമോസ്റ്റ് എവറി ഡ്രൈവർ. സീറ്റ് കംഫർട്ട് അടിപൊളിയാണ്. നമുക്ക് ഈ സീറ്റ്സും ഭയങ്കര നല്ലതാണ്. ആൻഡ് നമ്മുടെ ഒരു വിസിബിലിറ്റി നോക്കിയാലും അത്യാവശ്യം വെരി നൈസ്. കാര്യം തിൻ പില്ലേഴ്സാണ് ആ ഒരു സമയത്തുള്ള ഒരു ഡിസൈൻ എലമെൻ്റാണ് ഈ തിൻ പില്ലേഴ്സ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വിസിബിലിറ്റി ഈസ് ഫാൻറ്റാസ്റ്റിക്. ദ വിൻഷീൽഡ് ഇസ് മാസീവ്. പിന്നെ നമ്മൾ താഴത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഡാഷ്ബോർഡാണ്. ആക്ച്വലി ഇൻറ്റീരിയേഴ്സ് ഭയങ്കര ഒരു സിമ്പിൾ ഡിസൈനാണ്. അങ്ങനെ ആർഭാടമായിട്ടുള്ള ടച്ച് സ്ക്രീനോ ഡബിൾ ഡിന്നോ അങ്ങനത്തെ ഒന്നുമില്ല. ബട്ട് എങ്കിലും ഭയങ്കര ഹൈ ക്വാളിറ്റിയാണ്. ഈ വണ്ടിക്കകത്തൊക്കെ നമ്മൾ കയറി കഴിയുമ്പോൾ തന്നെ യു ഫീൽ ദാറ്റ് ഓക്കെ ഇതൊരു യൂട്ടിലിറ്റി വെഹിക്കിൾ അല്ല. കാര്യം ആ സമയത്തുണ്ടായിരുന്ന UVs, ദ സുമോ ആൻഡ് ദ അർമാഡ, അഗൈൻ ഡാഷ്ബോർഡൊക്കെ ഭയങ്കര ക്രൂഡായിരുന്നു. ഇറ്റ് വാസ് വെരി ടാക്കിലി മെയ്ഡ്. വേറെസ് ഈ വണ്ടിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതൊരു പ്രോപ്പർ നമുക്കിപ്പോൾ ഒരു ഹോണ്ട സിറ്റി, ലാൻസർ ഇങ്ങനത്തെ വണ്ടികളിൽ കാണുന്ന ആ സെയിം ക്വാളിറ്റിയാണ് നമുക്ക് ഈ വണ്ടിയിൽ കിട്ടിയിരുന്നത്. നമ്മൾ കോളേജിൻ്റെ ഈ ഡോർ അടയ്ക്കുമ്പോൾ തന്നെ ദ ഫസ്റ്റ് ഹൈ ക്വാളിറ്റി എലമെൻറ്റ് നമ്മുടെ അവിടെ എൻകൗണ്ടർ ചെയ്യുന്നത്. കാര്യം ദ ഡോർ ഹാൻഡിൽസ് ആക്ച്വലി ഭയങ്കര എക്കണോമിക്കലി കംഫർട്ടബിളാണ്, പെർഫെക്റ്റ് പൊസിഷനാണ്. കൈ റെസ്റ്റ് ചെയ്യാനാണെങ്കിലും ഇതൊരു RS വേർഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് 4 പവർ വിൻഡോ സ്വിച്ചസ് ഉണ്ട്, റിമോട്ട് ഡോർ ലോക്കിൻ്റെ സ്വിച്ചസ് ഉണ്ട്. അതേപോലെ നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നൊരു കാര്യം ഈ ഒരു ഫേക്ക് വുഡ് ഒരു ഫിനിഷാണ്. ഇത് 100% പ്ലാസ്റ്റിക് ട്രീസ് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല ഒന്നാം തരം ഫേക്ക് വുഡാണ്. ആൻഡ് ആ സമയത്ത് ഇറ്റ് ലുക്ക് ടോഡ്, ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഒരു റെട്രോ ഫീലിംഗ് ആണ്. ആൻഡ് താങ്ക്ഫുള്ളി ഈ കാറിൽ ഇറ്റ്സ് ഇൻ ഇമ്മാക്കുലേറ്റ് കണ്ടീഷൻ. സാധാരണ ഇത് പൊട്ടിയൊരു അവസ്ഥയിലൊക്കെയാണ് കാണാറുള്ളത്. ബട്ട് ഇറ്റ് ഹാസ് ഏജ്ഡ് പെർഫെക്റ്റ്. ആക്ച്വലി ഏജ് ചെയ്തിട്ടില്ല. ഇറ്റ് ലുക്സ് ബ്രാൻഡ് ന്യൂ ഓൺ ദിസ് കാർ. സോ ദാറ്റ്സ് ഗ്രേറ്റ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അഗെയിൻ ഇതൊരു RS വേർഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ടാക്കോമീറ്റർ വരുന്നുണ്ട്. സോ വേറെ ഒരു കോളേജിനും ടാക്കോമീറ്റർ വന്നിട്ടില്ല. യു ഓൺലി ഹാവ് ദ സ്പീഡോമീറ്റർ, ടെമ്പറേച്ചർ ഗേജ്, യെസ്, ആൻഡ് ഒരു ഫ്യൂൽ ഗേജ് ആണ്. ഈ വണ്ടിക്ക് ടാക്കോമീറ്ററും ഉണ്ട്, പിന്നെ ഒരു ട്രിപ്പ് മീറ്ററും ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ബാക്കി അധികം ഫീച്ചേഴ്സ് എന്ന് പറയാനായിട്ട് ഭയങ്കര സിമ്പിൾ ഫീച്ചേഴ്സാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ഇത് പിന്നെ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് റിയർ വൈപ്പറും ഡിഫോഗറും ഉണ്ട്. സോ ഡിഫോഗറിൻ്റെ സ്വിച്ച് ഇവിടെ, റിയർ വൈപ്പർ വാഷറിൻ്റെ സ്വിച്ചസ് ഇവിടെയാണ്. ഇവിടെ ഒരു ഫ്രണ്ട് ഫോഗ് ലൈറ്റിനുള്ള സ്വിച്ചും വരുന്നുണ്ട്. ബാക്കി AC കൺട്രോൾസൊക്കെ ആ ടൈം പോലെ തന്നെ ദേ ആർ പീരിയഡ് കറക്റ്റ് സ്ലൈഡിങ് കൺട്രോൾസാണ്. ആക്ച്വലി ഇതിൻ്റെ AC ഇസ് ഇൻസെയിൻ, ഭയങ്കര തണുപ്പാണ് ഇപ്പോഴും. കാര്യം ഇത് ഡ്യുവൽ AC ആണ് വരുന്നത്. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഡ്യുവൽ AC വന്നിട്ടുള്ള വണ്ടിയും ഇതാണ്, ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ. ബാക്കിൽ 6 AC വെൻ്റ് ഉണ്ട്, ഫ്രണ്ടിൽ ഈ പറഞ്ഞ ഇത്രയും വെൻറ്റുകളും മുകളിൽ കാലിൻ്റെ അവിടേക്ക് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. സെൻറ്റർ കൺസോൾ ആക്ച്വലി വെരി നൈസ്, വെരി പ്രാക്ടിക്കൽ. ആക്ച്വലി ഇത്രയും പ്രാക്ടിക്കൽ ഒരു സെൻറ്റർ കൺസോൾ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. കാര്യം 1 2 4 ബോട്ടിൽ വയ്ക്കാം, പിന്നൊരു 2 വലിയ ബോട്ടിലോ ഫോൺസോ എന്തെങ്കിലും സാധനം വെച്ചാലും ഒരു ഹാൻഡ് ബാഗ് കയറും. ഇതിന് അത്ര സ്ഥലമുണ്ട് ഇവിടെ നടുക്കിൽ. പ്ലസ് ഇവിടെ വലിയൊരു ക്യൂബിക്കിളുണ്ട്, വേർ യു ക്യാൻ കീപ്പ് എ ലോട്ട് ഓഫ് സ്റ്റഫ്. ആസ്ട്രേ ഉണ്ട്. ആൻഡ് ഹാൻഡ് ബ്രേക്ക്, ട്രൂ ടു ഇറ്റ്സ് UV റൂട്ട്സ്, ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെയാണ്, ഒരു പ്രസ് ടു ടേൺ ഹാൻഡ് ബ്രേക്കാണ് വന്നിരിക്കുന്നത്. അതർവൈസ് ഇരിപ്പൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ലംബാർ സപ്പോർട്ട് നോട്ട് ഗ്രേറ്റ്, ബട്ട് എങ്കിലും ആ ഒരു സമയത്ത് ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കെന്തായാലും ക്വാളിസിൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തിരുന്നതും ലവ് ചെയ്തിരുന്നതും ഇതിൻ്റെ റിയർ സീറ്റ് എക്സ്പീരിയൻസ് ആണ്. ലെറ്റ്സ് ചെക്ക് ദാറ്റ് ഔട്ട്. എനിക്ക് തോന്നുന്നു ഈ വണ്ടിയുടെ ഏറ്റവും കംഫർട്ടബിൾ സീറ്റ് ഇത് തന്നെയാണ്, ദ റിയർ സീറ്റ്. ക്വാളിസിൽ നമുക്കൊരു കാര്യം പറയേണ്ടത്,
പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സീറ്റിംഗ് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. സോ ദർ വാസ് എ 10 സീറ്റർ ആൻഡ് എൻ 8 സീറ്റർ ഇൻ ദ പ്രീ ഫേസ് ലിഫ്റ്റ് കാർസ്. ആൻഡ് ഫേസ് ലിഫ്റ്റിൽ 10 സീറ്റർ, 8 സീറ്റർ ആൻഡ് ഈ 7 സീറ്റർ ഉണ്ടായിരുന്നു. ദിസ് ഇസ് ദ റയറസ്റ്റ് ഓഫ് ദ ലോട്ട്. ഇത് ഈ RS എന്ന് പറഞ്ഞ ഈ ഒരു റോയൽ സലൂൺ എന്നുള്ള ഈ വേർഷന് മാത്രമാണ് വന്നിരിക്കുന്നത്. സോ ഈ വണ്ടി വന്നപ്പോൾ നമുക്ക് ഈ ക്യാപ്റ്റൻ സീറ്റ്സ് കിട്ടി, ഇവിടെ ഒരു ഫോൾഡബിൾ ആംറെസ്റ്റ് കിട്ടി. ആൻഡ് ഏറ്റവും ഒരു നല്ല കാര്യം ദാറ്റ് ഇതിന് ഫുള്ളായിട്ട് സ്ലൈഡ് ചെയ്യും ആൻഡ് ഇത് ഫുള്ളായിട്ട് റിക്ലൈൻ ചെയ്യും. സോ ഓൾ ഓഫ് ദാറ്റ് ഇസ് ഗ്രേറ്റ്. ഇപ്പോൾ പല വണ്ടികൾക്കും ഈ ഒരു സ്ലൈഡിങ് ഫീച്ചർ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും കൊടുക്കുന്നില്ല, മഹീന്ദ്ര ബീങ് കേസ് ഇൻ പോയിൻറ്റ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ക്വാളിസിൽ ആ കാലത്തേക്ക് കൊടുത്തത് ഇസ് ജസ്റ്റ് ഇൻസെയിൻ. ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് യു ഹാവ് എ ഫുൾ വിൻഡോ ഓൺ ദ സൈഡ്. പഴയ വണ്ടികൾക്ക് ഒരു സ്ലൈഡിങ് വിൻഡോ ആണ് ഇവിടെ വന്നിരുന്നത്. ആൻഡ് അതർവൈസ് ഒരു പവർ വിൻഡോൻ്റെ സ്വിച്ച് ഉണ്ട്. പിന്നെ നല്ല പ്രീമിയം ലുക്കിംഗ് ഡോർ പാഡ്സ് ആണ്. ആൻഡ് അഗൈൻ അപ്പോൾസ്ട്രി, ഇൻറ്റീരിയേഴ്സ്, ഈ വണ്ടിയുടെ അപ്പോൾസ്ട്രി എവറിത്തിങ് ഇസ് ഒറിജിനൽ. ഈ കാണുന്നതാണ് അത് ഫാക്ടറിയിൽ നിന്ന് വന്നപ്പോഴുള്ള സീറ്റ് കവേഴ്സാണ് കാണുന്നത്. ഒരു വെലോർ മെറ്റീരിയലാണ് സൈഡിൽ. ആൻഡ് നടുക്കിൽ ഒരു വെരി ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ, പിങ്കും ഓറഞ്ചും ബ്ലൂവും ഉള്ള ഒരു ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ ആണ്. ആൻഡ് ഇറ്റ്സ് സ്റ്റിൽ ഇൻ ഗ്രേറ്റ് ഷേപ്പ്. സോ ദാറ്റ്സ് നൈസ്. 8 സീറ്റർ വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ 2 സീറ്റ്, ഇവിടെ ഒരു ബെഞ്ച് സീറ്റ്, ബാക്കിലൊരു ബെഞ്ച് സീറ്റാണ് വന്നിരുന്നത്. അതിൻ്റെ എൻട്രി ആണെങ്കിൽ ഈ സൈഡിൽ നിന്നായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വണ്ടിക്ക് നടുക്കി കൂടെയാണ് പോകുന്നത്. ഓക്കെ, 10 സീറ്റർ എന്ന് പറയുമ്പോൾ യു ഹാഡ് എ സിംഗിൾ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ്, ഒരു ഫിക്സ്ഡ് പാസഞ്ചർ സീറ്റാണ് അവിടെ വന്നിരുന്നത്. ഇവിടെ ബെഞ്ച് വരും, എന്നിട്ട് ബാക്കിൽ സൈഡ് ഫേസിങ് 4 പേർക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റാണ് വരിക. ആ വണ്ടികൾക്ക് ബാക്കിലൊരു സ്റ്റെപ്പും കൂടെ ഉണ്ടാവും. സോ അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലോർ ഫ്രം ഫ്രണ്ട് ടിൽ ബാക്ക് ഒറ്റ സിംഗിൾ ലെവലിലാണ്. ആൻഡ് ആക്ച്വലി വണ്ടിയുടെ സൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സീറ്റ്സ് എല്ലാം ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ ബൈക്ക്, ഒരു RD 350 ഒക്കെ നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും. അതൊക്കെയാണ് ക്വാളിസിൻ്റെ ഒരു അപ്പീൽ ഉണ്ടായിരുന്നത്. കാര്യം ഇറ്റ് ഡിഡ് എവറിത്തിങ്. നമുക്കൊരു യൂട്ടിലിറ്റി വെഹിക്കിൾ ആണെങ്കിലും ഒരു ഫാമിലി വെഹിക്കിൾ ആണെങ്കിലും ഒരു ലോഡ് കാരിയർ ആണെങ്കിലും എല്ലാം ഈ വണ്ടി വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുമായിരുന്നു. നമുക്ക് എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് 3rd സീറ്റ് എക്സ്പീരിയൻസും കൂടെ ഒന്ന് നോക്കാം. സോ നമ്മൾ ക്വാളിസിൻ്റെ 3rd റോയിലിരിക്കുന്നത്. ദിസ് ഈസ് ആക്ച്വലി ക്വൈറ്റ് നൈസ്. കാര്യം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അഗെയിൻ ഫോർവേഡ് ഫേസിങ് 3rd റോ വന്നിട്ടുള്ള ആദ്യത്തെ വണ്ടിയും കൂടെ ക്വാളിസാണ്. ഇതിന് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഇതിൻ്റെ 8 സീറ്റർ വേർഷൻസ് ആണ്. വേറെ ഈ 7 സീറ്ററിലൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 2 സീറ്റ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നീക്കാം. അതേപോലെ സെൻറ്ററിലിരിക്കുന്ന പാസഞ്ചറിന് ആക്ച്വലി ഭയങ്കര സുഖമാണ്. എല്ലാവർക്കും ബെൽറ്റ്സ് ഉണ്ട് താങ്ക്ഫുള്ളി. ആൻഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി വെരി കംഫർട്ടബിൾ. റിക്ലൈൻ ആംഗിൾ നല്ലതാണ്. ആൻഡ് ഇവിടെ ഹെഡ് ഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ യു ആർ ആക്ച്വലി വെരി കംഫർട്ടബിൾ ഇൻ ദ 3rd റോ ഓൾസോ. ആൻഡ് ഇവിടെ റൂഫ് മൗണ്ടഡ് AC വന്നിട്ടുണ്ട്. ഇങ്ങനെ 6 വെൻ്റ് ഉണ്ട്. സോ ആ കൂടെ 5 പേരൊക്കെ ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഓരോ ആൾക്കും ഓരോ വെൻ്റ് വെച്ചാൽ പോലും ആരും AC വെൻറ്റിന് വേണ്ടി തല്ലുപിടിക്കുന്ന ഒരു സാഹചര്യം ഈ വണ്ടിയിൽ വരുന്നില്ല. ആൻഡ് ക്വാളിസിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ 8 സീറ്റ് അല്ലെങ്കിൽ 7 സീറ്റ് വെച്ചാൽ പോലും ബാക്കിൽ അത്യാവശ്യം കുറച്ച് ലഗേജ് റൂം ഉണ്ട്. അതുകൊണ്ട് തന്നെ യു ആർ അഗെയിൻ യു ആർ നോട്ട് കോംപ്രമൈസിങ് ഓൺ ദ പ്രാക്ടിക്കാലിറ്റി ഓഫ് ദ കാർ നമ്മൾ ഫുള്ളി ലോഡഡായിട്ട് ഓടിക്കുമ്പോൾ പോലും. അങ്ങനെ ഡ്രൈവിങ് മൈ ക്വാളിസ് RS. ക്വാളിസിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓടിച്ചിട്ടുള്ളതും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും അറിയാവുന്നതും ഡീസൽ ക്വാളിസിനെ പറ്റിയിട്ടാണ്. വളരെ ചുരുക്കം ആൾക്കാർക്കാണ് ക്വാളിസ് പെട്രോളിൽ വന്നിരുന്നു എന്ന് തന്നെ അറിയുന്നത്. ആൻഡ് അത് വിത്ത് ഗുഡ് റീസൺ. കാര്യം ഇപ്പോൾ നമ്മൾ 1.4 lakh ക്വാളിസസ് വിറ്റിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് എനിക്ക് തോന്നുന്നു മേ ബി 99 or even 99.5% ഡീസൽ വണ്ടികളായിരിക്കും. സോ ദ ഡീസൽ ക്വാളിസ് വാസ് പവേർഡ് ബൈ ദ 2L എൻജിൻ ഫാമിലി. 2L എന്ന് പറയുമ്പോൾ ടൊയോട്ടയുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള വളരെ റിലയബിൾ ആൻഡ് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു എൻജിൻ ഫാമിലിയാണ്. അതിനകത്ത് പല വേർഷൻസ് ഉണ്ടായിരുന്നു. 2L, 2LT വിച്ച് വാസ് ദ ടർബോ, 2LTE വിച്ച് വാസ് ദ ടർബോ വിത്ത് ദ ഇലക്ട്രോണിക് ഫ്യൂൽ പമ്പ്. ഇങ്ങനെ പല എൻജിൻ ഓപ്ഷൻസും അതിനകത്തുണ്ടായിരുന്നു. ആൻഡ് ഈ എൻജിൻസ് എല്ലാം ടൊയോട്ടയുടെ കാറ് മുതൽ SUV മുതൽ ബസ്, വാൻ പല സാധനങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ടൊയോട്ട മാർക്ക് 2, ഹൈയേഴ്സിനകത്തുണ്ടായിരുന്നു, ഹൈലക്സ്, 4Runner, ഈ പറഞ്ഞ വണ്ടികളിലൊക്കെ ഈ 2L എൻജിൻ ഫാമിലിയിലെ പല വേർഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് ദേ വേ വെരി സക്സസ്ഫുൾ, വെരി റിലയബിൾ എൻജിൻസ്. ആൻഡ് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് അത് കൊണ്ടുവന്നത്. 2.4 ലിറ്റർ എൻജിനായിരുന്നു അത്. പേര് 2L എന്നാണെങ്കിലും അത് എൻജിൻ ഫാമിലിയുടെയാണ്, കപ്പാസിറ്റി അല്ല ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെ 2.4 ലിറ്റർ ഈ എൻജിൻ മേഡ് അബൌട്ട് 74 ഹോഴ്സ് പവർ. അങ്ങനെ വലിയ പവർഫുൾ എൻജിനൊന്നും ആയിരുന്നില്ല. 0 to 100 was in about 25 seconds or 24 സെക്കൻഡ്സിലെങ്ങാണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഈ വണ്ടിക്ക് അതിലൊന്നും ഒരു പ്രാധാന്യമില്ല. 0 to 100 എത്തിയാൽ തന്നെ നല്ല കാര്യം, അത്രയേ ഉള്ളൂ. കാര്യം ആ സമയത്തുണ്ടായിരുന്ന ബാക്കി വണ്ടികളിലൊന്നും ബെയർലി 100 എത്തുകയുണ്ടായിരുന്നുള്ളൂ.
ആൻഡ് ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 100 എത്തിയാലും ദ കാർ വാസ് വെരി കമ്പോസ്ഡ്, വെരി കാം ഈവൺ അറ്റ് ദോസ് സ്പീഡ്സ്. വേറേസ് നമുക്കിപ്പോൾ ഒരു അർമാഡ അല്ലെങ്കിൽ ഒരു സുമോ ഒരു 100, 120, 130 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ എത്തിയാൽ തന്നെ നമ്മൾ ഉള്ളിൽ നിന്ന് പോകും, അത്ര പേടിയാവും നമുക്ക് ആ സാധനങ്ങൾ അങ്ങനെ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തായാലും കോളസിൻ്റെ ബാക്കി ഡൈനാമിക്സും കാര്യങ്ങളെല്ലാം നല്ലതായതുകൊണ്ട് തന്നെ വിച്ച് വിൽ കം ടു ഇൻ എ ബിറ്റ്, കോളസ് ആ സ്പീഡിലും അത്യാവശ്യം എഫിഷ്യൻ്റായിട്ട് ഓടിക്കാൻ പറ്റും, നല്ല റിലയബിളായിട്ട് എല്ലാവർക്കും കൊണ്ടു നടക്കാനും പറ്റി. നല്ല മൈലേജ് ആയിരുന്നു ഈ വണ്ടിക്ക്. ആൻഡ് സൗണ്ട് ലെവൽസ് വെർ ഓൾസോ ക്വൈറ്റ് ഡീസൻറ്റ്. ആൻഡ് ആക്ച്വലി കോളസിൻ്റെ ഒരു സ്റ്റാർട്ടപ്പിന് അതിൻ്റേതായ ഒരു ഫാൻസ് ഉണ്ട്, അതിൻ്റേതായ ഒരു ഫാൻ ബേസ് ഉണ്ട് ആ ഒരു സൗണ്ടിനും ആ ഒരു എൻജിൻ നോട്ടിനും. ആൻഡ് ആ ഒരു കാര്യം നമുക്ക് ഈ പെട്രോൾ വണ്ടിയിൽ കുറച്ചും കൂടെ രസമാണ്. അതിൻ്റെ ആ സൗണ്ടും സ്റ്റാർട്ടപ്പ് നോയ്സും എല്ലാം ഒരു JDM ടൊയോട്ടാസ് ഓഫ് ദാറ്റ് ടൈം ആ സെയിം ഒരു സൗണ്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അങ്ങനെ നമുക്ക് പെട്രോളിൻ്റെ വിശേഷം പറയുവാണെങ്കിൽ ദിസ് വാസ് പവേർഡ് ബൈ ദ 1RZE എന്ന് പറഞ്ഞിട്ടുള്ള എഞ്ചിനാണ്. 2 ലിറ്റർ വെരി സിമ്പിൾ എൻജിൻ, ഒരു കോംപ്ലിക്കേഷൻ ഇല്ല, VVTi ഇല്ല, അങ്ങനത്തെ ആർഭാടങ്ങളോ വലിയ ഫീച്ചേഴ്സായിട്ടൊന്നുമില്ല. ബട്ട് ഇറ്റ് ഇസ് എ റോക്ക് സോളിഡ് യൂണിറ്റ്. വളരെയധികം ടൊയോട്ടാസിൽ ഈ എൻജിൻ പിന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അഗൈൻ ഹൈസ് ഇങ്ങനെ പല വേർഷൻസിലും ഈ എൻജിൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ലിറ്ററലി എ ബുള്ളറ്റ് പ്രൂഫ് യൂണിറ്റ്. എത്ര അബ്യൂസ് വേണമെങ്കിലും എടുക്കാൻ പറ്റും. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ വണ്ടിയിലായിരിക്കും ഇതിൻ്റെ ഏറ്റവും ഒരു ലൈറ്റസ്റ്റ് ആപ്ലിക്കേഷൻ തന്നെ പറയാം. കാര്യം ബാക്കിയെല്ലാം വളരെയധികം ഹെവി ഡ്യൂട്ടി ആയിട്ട് ഓടുന്നൊരു എൻജിനാണ്. ഇത് 92 ഹോഴ്സ് പവറാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് അത്യാവശ്യം നല്ല ടോർക്കും ഉണ്ടായിരുന്നു, വിച്ച് വാസ് വെരി സർപ്രൈസിങ് ഫോർ ദാറ്റ് ടൈം. കാര്യം നമ്മൾ ആ സമയത്തുള്ള പെട്രോൾ എൻജിൻസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോർക്ക് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു കാരണത്തിൽ തന്നെ പലവർക്കും ഇങ്ങനത്തെ പെട്രോൾ SUVs ഇഷ്ടമല്ലാണ്ട് പോയായിരുന്നു. ബട്ട് ഈ വണ്ടി അത്യാവശ്യം നല്ല ടോർക്കുണ്ട്, ഡീസലിൻ്റെ അങ്ങനെ തന്നെ ടോർക്ക് വരുന്നതുകൊണ്ടും ആ ഒരു ടോർക്ക് ഡെലിവറിയും അത്യാവശ്യം നല്ല ലോ എൻഡിൽ തന്നെ ഉള്ളതുകൊണ്ടും ഇറ്റ്സ് ആക്ച്വലി വെരി നൈസ് ടു ഡ്രൈവ്. ഈ രണ്ട് എൻജിൻസും വെ മേറ്റഡ് ടു എ 5-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആൻഡ് ഇറ്റ്സ് എ വെരി ക്രിസ്പ് ഗിയർ ബോക്സ്. കാര്യം നമുക്കിതിൻ്റെ ഷിഫ്റ്റ് ഫീലൊക്കെ ഭയങ്കര പോസിറ്റീവാണ്, ഭയങ്കര ടൈറ്റാണ്. ആൻഡ് ക്ലച്ച് ആക്ച്വലി ഫെദർ ലൈറ്റാണ്, വിച്ച് വാസ് ഓൾസോ എ വെരി മാർക്ക് ചേഞ്ച് ഫ്രം ആ സമയത്തുണ്ടായിരുന്ന ബാക്കി വണ്ടികൾ. സോ ഈ വണ്ടിയുടെ ലൈറ്റ് കൺട്രോൾസ്, ഇപ്പോൾ ഈ ക്ലച്ചും സ്റ്റിയറിങ്ങും എല്ലാം വളരെ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ഫാമിലി ക്രൗഡിന്, ഈവൺ എൽഡർലി പീപ്പിൾ യൂസ് ടു ഫൈൻഡ് ഇറ്റ് വെരി ഈസി ടു ഡ്രൈവ്. ആ സമയത്ത് നമുക്ക് കാണുമായിരുന്നു ഒരുപാട് സ്ത്രീകളും ഈ വണ്ടി ഓടിക്കുമായിരുന്നു, വിച്ച് വാസ് നോട്ട് ദ കേസ് അതിന് മുമ്പുള്ള യൂട്ടിലിറ്റി വെഹിക്കിൾസ് എല്ലാം. ഇതൊരു കാറ് പോലെ തന്നെ കൊണ്ടു നടക്കാൻ പറ്റും. കാര്യം സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിലും ലിറ്ററലി ഫെദർ ലൈറ്റാണ്. അഗെയിൻ ആ ഒരു സ്മോൾ 14-inch വീൽസും നാരോ ടയേഴ്സും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അതും അതിൻ്റെ സസ്പെൻഷൻ ട്യൂണിങ്ങും എല്ലാം ഒരു കാർ പോലെ തന്നെയാണ്. സോ ഇറ്റ് ഫീൽസ് റിയലി ലൈക്ക് എ കാർ ടു ഡ്രൈവ്. നമുക്ക് ഈ സൈസൊന്നും നോക്കണ്ട, ഇതൊരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെഡാൻ ഓടിക്കുന്നതിനെക്കാട്ടിലും എളുപ്പത്തിൽ ഈ വണ്ടി നമുക്ക് എല്ലായിടത്തും കൊണ്ടു നടക്കാൻ പറ്റും. ആൻഡ് അതിൻ്റെ ഒരു ഫാക്റ്റ് ഞാൻ മനസ്സിലാക്കിയത് കാര്യം എൻ്റെ ഫാദർ വരെ ഈ വണ്ടി ഇപ്പോൾ വളരെയധികം റെഗുലറായിട്ട് പുള്ളി യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ എൻജോയ്സ് ഡ്രൈവിങ് ഇറ്റ്. കാര്യം കയറാൻ ഇറങ്ങാൻ സുഖമാണ്, എല്ലായിടത്തും നല്ല വിസിബിലിറ്റിയാണ്, യു ക്യാൻ സീ എവറിത്തിങ്. ആൻഡ് നല്ലൊരു കമാൻഡിങ് ഡ്രൈവർ പൊസിഷനാണ്. നമ്മൾ അത്യാവശ്യം കയറി തന്നെ ഇരിക്കുന്നത്, നമുക്കിതിൻ്റെ എല്ലാ കോർണേഴ്സും കാണാൻ പറ്റും. ആൻഡ് സ്റ്റിയറിങ് അഗെയിൻ വെരി ലൈറ്റ്, വെരി പ്രിസൈസ്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് കാർ ടു ഡ്രൈവ്. ഇത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഇന്നോവ ആണെങ്കിലും ക്രിസ്റ്റ ആണെങ്കിലും എല്ലാത്തിനും കുറച്ചുകൂടി ഒരു ട്രക്ക് ലൈക്ക് ഫീലാണ് നമുക്ക് കിട്ടുക. യു ഡോണ്ട് ഗെറ്റ് ദിസ് കാർ ലൈക്ക് ഫീൽ ദാറ്റ് എ കോളിസ് ഓഫേഴ്സ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആൾക്കാർ, അത് ഇപ്പോൾ ഒരു ടൊയോട്ടയുടെ ഒരു കാര്യം പറയുമ്പോൾ പലവരും ഒരിക്കൽ ഒരു ടൊയോട്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറി വേറൊരു വണ്ടിയിലോട്ട് പോവില്ല. സോ ടൊയോട്ട ക്വാളിസ് കഴിഞ്ഞ് ഇന്നോവ മേടിക്കുന്നു, ക്രിസ്റ്റ മേടിക്കുന്നു, ഹൈക്രോസ് മേടിക്കുന്നു, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ആൻഡ് ഓൾ ഓഫ് ദം സ്റ്റിൽ സേ ക്വാളിസ് ഓടിക്കാനുള്ള സുഖം അത് കഴിഞ്ഞിട്ടുള്ള വണ്ടികൾക്കില്ല. ആ വണ്ടികൾ സുഖം അല്ല എന്നല്ല, പക്ഷേ ഈ ക്വാളിസിൻ്റെ ഈ ഒരു ഇത് ഇങ്ങനെ പിടിച്ച് നമുക്ക് ഇങ്ങനെ ഒരു സിംഗിൾ ഫിംഗറിൽ തിരിക്കാൻ പറ്റുന്ന ഈ ഒരു സുഖവും ഈ ഒരു ലൈറ്റ്നെസ്സും ഈ ഒരു എയറിനെസ്സും എല്ലാം കൂടെ സംഹൗ അത് കഴിഞ്ഞിട്ടുള്ള വണ്ടികൾക്ക് കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ പറഞ്ഞത് പ്രൈവറ്റ് യൂസേഴ്സിൻ്റെ കാര്യമാണെങ്കിലും കമേഴ്ഷ്യൽ യൂസേഴ്സിനും ആക്ച്വലി ക്വാളിസ് കൊണ്ട് ദേ ആബ്സല്യൂട്ട്ലി ഫെൽ ഇൻ ലവ് വിത്ത് ഇറ്റ്. കാര്യം അതുവരെ ഈ പറഞ്ഞ യൂട്ടിലിറ്റി വണ്ടികൾ ഓടിച്ചിരുന്ന ആൾക്കാർക്ക് ഒരു 10 സീറ്റർ വണ്ടി ഇത്ര അഫോർഡബിൾ ആയിട്ട് ഇങ്ങനത്തെ ഒരു നല്ല പ്രൈസിന് ഇത്രയും ഒരു സാധനം കിട്ടുമ്പോൾ ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ദേ ഓൾസോ സ്റ്റാർട്ടഡ് എൻജോയിങ് ദെയർ ഡ്രൈവ്. ഒരു ജോലി ചെയ്യുന്നു എന്നല്ലാണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ അതിനകത്തൊരു പ്ലഷറുള്ള വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ക്വാളിസ് വന്നപ്പോഴാണ് അവർക്കും ശരിക്കും അത് നമുക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാം. നമുക്ക് എത്ര വലിയ ട്രിപ്പാണെങ്കിലും കുഴപ്പമില്ല. വി ആർ ഓൾസോ കംഫർട്ടബിൾ, പാസഞ്ചേഴ്സ് ഓൾസോ കംഫർട്ടബിൾ. അതുകൊണ്ട് തന്നെ കമേഴ്ഷ്യൽ മാർക്കറ്റിലും ഈ വണ്ടിക്ക് ഭയങ്കര ട്രെമൻഡസ് സക്സസ് ആയിരുന്നു.
അത് നമുക്ക് അറിയണമെങ്കിൽ ആ സമയത്ത് ആരെങ്കിലും നമ്മുടെ ശബരിമലയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു സമയത്ത് ടാറ്റ സുമോ വന്ന് കംപ്ലീറ്റ് ഡോമിനേറ്റ് ചെയ്തൊരു മാർക്കറ്റായിരുന്നു. എനിക്കൊന്ന് ഇന്ത്യ ഇറങ്ങിയ ഒരു എല്ലാ സുമോ ആ സമയത്ത് ശബരിമലയിൽ പോയിട്ടുണ്ടാവും. എന്നാൽ കോൾസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ സാധനത്തിന് അങ്ങോട്ട് വൈപ്പ് ഔട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ടാറ്റ പല പരിപാടി നോക്കിയിട്ടും ആ സുമോ എന്നുള്ള ബ്രാൻഡ് അവർക്ക് റിവൈവ് ചെയ്യാൻ പറ്റിയില്ല. മഹീന്ദ്ര അർമഡ എന്നുള്ളത് നിർത്തിപ്പോയി ആ വഴിക്ക്. പിന്നെ ഇപ്പോഴാണ് ഇനി വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നത് ആസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഒരു ഓറിയൻറ്റേഷനുള്ളൊരു വെഹിക്കിളായിട്ട്. ബട്ട് ആ ഒരു കംപ്ലീറ്റ് സെഗ്മെൻറ്റിനെ ഡോമിനേറ്റ് ചെയ്തു. കോളസ് ഇറങ്ങി അന്ന് തൊട്ട് കോളസ് പ്രൊഡക്ഷൻ നിർത്തുന്നവരെയും പിന്നെ ആക്ച്വലി പ്രൊഡക്ഷൻ നിർത്തി കഴിഞ്ഞിട്ട്, കാര്യം കോളസ് നിർത്തി ഇന്നോവ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ സമയത്താണ് എനിക്ക് തോന്നുന്നു കോളസിന് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉണ്ടായതും ഏറ്റവും ഡിമാൻഡ് വന്നതും. കാര്യം പീപ്പിൾ ജസ്റ്റ് കുഡൻറ്റ് ആക്സെപ്റ്റ്. കാര്യം ഇന്ത്യൻ മാർക്കറ്റ് അത് ആക്ച്വലി നമുക്ക് അതും കൂടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം ഇന്ത്യൻ മാർക്കറ്റ് അതുവരെ ഒരു വണ്ടി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് മടുത്ത് എന്താ പറയുക, വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് വില ഡൈ തേഞ്ഞ് പോയിട്ട് മാറ്റുന്നതല്ലാണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരിക്കലും ഒരു മോഡൽ അപ്ഡേറ്റ് അങ്ങനെ കാണില്ലായിരുന്നു. പക്ഷെ ടൊയോട്ട എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 2000 ഇറക്കിയ ഈ വണ്ടി 2004 കഴിഞ്ഞ് 5 ആയപ്പോഴേക്കും ഇന്നോവ എന്ന് പറഞ്ഞ വണ്ടി വെച്ച് റീപ്ലേസ് ചെയ്തു. ആൻഡ് ദാറ്റ് വാസ് സീരിയസ്ലി ഷോക്കിംഗ്. അപ്പോൾ ആ സമയത്താണ് ആൾക്കാർ ഒരു മാഡ് ഫ്രൻസി ഉണ്ടായിരുന്നു. ബാക്കി ഉണ്ടായിരുന്ന കോളസുകളെല്ലാം മേടിക്കാനായിട്ടും. കോളസിൻ്റെ റീസെയിൽ ആക്ച്വലി ഇറ്റ് വെൻറ്റ് അപ്പ് സോ മച്ച് ദാറ്റ് എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് കോളസ് അവർ മേടിച്ച് അവർ ഒരു 3 കൊല്ലം 2 കൊല്ലമൊക്കെ ഉപയോഗിച്ച് 1-2 ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് മേടിച്ച വിലയ്ക്കോ അതിനടുത്തോ വിറ്റ ആൾക്കാർ ഇഷ്ടം പോലെ പേരുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് എ ടെസ്റ്റമെൻറ്റ് ടു ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. സോ കോളസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ബ്രോഡായിട്ട് പറഞ്ഞു, ഇതിനൊരു പ്രീ ഫേസ് ലിഫ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഫേസ് ലിഫ്റ്റ് വേർഷൻ ഉണ്ടായിരുന്നു. ഏതാണ്ട് 2-2.5 കൊല്ലം വെച്ചിട്ടാണ് 2 വണ്ടിയും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ പ്രീ ഫേസ് ലിഫ്റ്റ് വേർഷനിൽ വരുമ്പോൾ നമുക്ക് വേർഷൻസ് എന്ന് പറയുമ്പോൾ FS, GS, GST ഈ 3 വേർഷൻസാണ്. ഈ 3 വേർഷൻസിൻ്റെ അകത്ത് ഓരോ സബ് ഡിവിഷൻസ് ഉണ്ടായിരുന്നു. സോ FSB1, FSB2, GSC2, GSC4 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് വേർഷൻസ് ഉണ്ടായിരുന്നു. സോ ബേസിക്കലി ഏറ്റവും സ്റ്റാർട്ടിംഗ് വണ്ടി എന്ന് പറയുമ്പോൾ നോൺ AC നോൺ പവർ സ്റ്റിയറിംഗ് ആണ് FSൽ വരുന്നത്, ഫാമിലി സലൂൺ. സോ നമുക്ക് FS പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു ഈസി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് 3 കളേഴ്സേ വന്നിട്ടുള്ളൂ. ആൻഡ് ദേ ആർ ഓൾ നോൺ മെറ്റാലിക്. സോ യു ഹാവ് ദ നോൺ മെറ്റാലിക് വൈറ്റ്, പിന്നെ ഒരു മെറൂൺ കളർ ഉണ്ടായിരുന്നു, ഒരു ബ്രൈറ്റ് ബ്ലൂ കളർ ഉണ്ടായിരുന്നു, നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ കോളസിൻ്റെ ആ ഒരു കളറ്. സോ ഇതായിരുന്നു FSന് വന്നിരുന്ന 3 ഓപ്ഷൻസ് നോൺ മെറ്റാലിക്, ഇത് പ്രീ ഫേസ് ലിഫ്റ്റിന്. ആൻഡ് ദേ ഹാഡ് ഓൾ 10 സീറ്റ്സ്. ആൻഡ് ഇറ്റ്സ് എ വെരി ബേസിക് കാർ. കാര്യം സൈഡിൽ ഗ്രാഫിക്സ് ഉണ്ടായിരുന്നില്ല. ആൻഡ് ബേസിക് FS കോളസിന് AC ഇല്ല, പവർ സ്റ്റിയറിംഗ് ഇല്ല. അതിൻ്റെ അടുത്ത വേർഷന് AC വന്നു, പിന്നെ ഒരു വേർഷന് ACയും പവർ സ്റ്റിയറിംഗും വന്നു. സോ അങ്ങനെ ഒരു 2-3 വേർഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് ദ റിയൽ ഫാമിലി കാർ, അല്ലെങ്കിൽ ടൊയോട്ട തന്നെ ഒരു ഫാമിലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രൊഫഷണലിന് വേണ്ടിയിട്ട് മാർക്കറ്റ് ചെയ്തിരുന്ന വണ്ടി വാസ് ദ GS. ഇറ്റ് വാസ് ദ ഗ്രാൻഡ് സലൂൺ. ഗ്രാൻഡ് സലൂൺ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു അപ്പ് മാർക്കറ്റ് വേർഷൻ ആയിരുന്നു. അതിനകത്ത് നമുക്ക് കാണുകയാണെങ്കിൽ വ്യത്യാസങ്ങൾ, യു ഹാഡ് മെറ്റാലിക് കളേഴ്സ്, സിൽവർ ഉണ്ടായിരുന്നു, ഒരു ഡിഫറെൻറ്റ് മെറൂൺ ആയിരുന്നു വന്നിരുന്നത്. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ചേഞ്ചസ്, ഒരു ഡിഫറെൻറ്റ് ബ്ലൂ ആയിരുന്നു. അതേപോലെ സൈഡിൽ ഗ്രാഫിക്സ് ഉണ്ടായിരുന്നു, ഡിപ്പെൻഡിങ് ഓൺ ദ കളർ, ബ്ലൂ അല്ലെങ്കിൽ ഒരു റെഡിഷ് കളർ ഗ്രാഫിക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിന്. ദ റേഡിയേറ്റർ ഗ്രിൽ വാസ് ഇൻ എ ബ്രൈറ്റർ സിൽവർ കളർ. അകത്ത് നമുക്ക് ഒരു ഫാബ്രിക് അപ്പോൾസ്ട്രിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കളർ സ്കീമല്ല, ഒരു ബ്ലൂ ആക്സെൻസ് ഉള്ള ഒരു അപ്പോൾസ്ട്രി, അഗൈൻ ഫാബ്രിക് പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. GSൽ യു ഹാവ് ദി ഓപ്ഷൻ ഓഫ് GSC2 ആൻഡ് GSC4. സോ GSC2ക്കകത്ത് AC, പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ റിയർ AC ഇല്ല, റിയർ വൈപ്പർ ഇല്ല, ഡിഫോഗർ ഇല്ല, അങ്ങനെ കുറേ കാര്യങ്ങളില്ലായിരുന്നു. വേറെ GSC4 വന്നു കഴിഞ്ഞപ്പോൾ യു കുഡ് ഹാവ് ഇറ്റ് വിത്ത് റിയർ വൈപ്പർ, റിയർ ഡിഫോഗർ ആൻഡ് നമുക്ക് വേണ്ട അത്യാവശ്യം ബെൽസ് ആൻഡ് വിസിൽസ് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. GSൽ നമുക്ക് 8 സീറ്ററും കിട്ടുമായിരുന്നു, 10 സീറ്ററും കിട്ടുമായിരുന്നു. സോ FSും GSൻ്റെയും 10 സീറ്ററിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ GSനകത്ത് നമുക്ക് ബെറ്റർ ഫാബ്രിക്കും ബെറ്റർ ട്രിംസ് ആൻഡ് അപ്പോൾസ്ട്രി, എവറിത്തിങ് വാസ് മച്ച് നൈസർ. ക്യാബിൻ ആംബിയൻസ് വാസ് മച്ച് നൈസർ. വേറെ FSനകത്ത് എല്ലാം കുറച്ച് ബേസിക് ഒരു യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിൻ്റെ മുകളിൽ GST എന്ന് പറഞ്ഞ വേർഷൻ ആയിരുന്നു, ഗ്രാൻഡ് സലൂൺ ടൂറിംഗ്. സോ അതായിരുന്നു ദ അൾട്ടിമേറ്റ് സ്വാഗ് കോളസ് ആ ടൈമിൽ. അതിന് സൈഡിലൊരു റേസിംഗ് ഫ്ലാഗ് പോലത്തെ ഗ്രാഫിക്സ് ആണ്, അതാണ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു GSTനെ. പിന്നെ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലൊരു ബുൾബാർ ഉണ്ടായിരുന്നു വിത്ത് യെല്ലോ ഫോഗ് ലാംപ്സ് ഇനിഷ്യലി. പിന്നെ ഇറ്റ് കെയിം വിത്ത് ഒരു അഗൈൻ ഓഡിയോ സിസ്റ്റം ഉണ്ടായിരുന്നു, ബാക്കിലൊരു സ്പോയിലർ ഉണ്ടായിരുന്നു, സൈഡിൽ മിറേഴ്സ് ക്രോം ആയിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളായിരുന്നു. ബട്ട് ദാറ്റ് വാസ് സിഗ്നിഫിക്കൻ്റ്ലി മോർ എക്സ്പെൻസീവ് ദാൻ ദി അതർ ടു. അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് GST മോഡൽസേ കണ്ടിട്ടുള്ളൂ.
അത് കഴിഞ്ഞിട്ട് ഈ ക്വാളിസിൻ്റെ ഒരു അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ ഉണ്ടായിരുന്ന കൊല്ലങ്ങളും ടൊയോട്ട ആക്ച്വലി അതേ വണ്ടി വിറ്റുകൊണ്ടിരുന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് നമുക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ലിമിറ്റഡ് എഡിഷൻസ് ഒരു വണ്ടിയിൽ കിട്ടുന്നത്. സോ ക്വാളിസ് ഇറങ്ങി എക്സാക്ട്ലി 1 ഇയർ, ദാറ്റ് ഇസ് ജാനുവരി 2001 ആയപ്പോൾ അവർ ദി ആനിവേഴ്സറി എഡിഷൻ ഇറക്കി. ആൻഡ് ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ കുറേ വെള്ളം ഇറക്കിയിട്ടുള്ളത് കണ്ടിട്ട്. ഇറ്റ് വാസ് എ ബ്ലാക്ക് കാർ വിത്ത് സൈഡിൽ ഒരു മെറ്റാലിക് ബ്ലൂ ആൻഡ് ഗോൾഡൻ ഗ്രാഫിക്സ് ആയിട്ട് അലോയ് വീൽസ് ആദ്യമായിട്ട് ക്വാളിസിൽ സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിട്ടുള്ള വേർഷനും ആനിവേഴ്സറി എഡിഷനാണ്. അതിന് ഈ അകത്തുള്ള പാനൽസൊക്കെ ഒരു ഡിഫറെൻറ്റ് കളറിലായിരുന്നു. ഈ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ഗ്രാഫിക്സ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ C4 വേരിയൻറ്റ്, GS C4ലായിരുന്നു. സോ ഇറ്റ് ഗോട്ട് എ റിയർ വൈപ്പർ, ഡിഫോഗർ, റിയർ AC, ഇങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിക്കകത്തുണ്ടായിരുന്നു. അതിനകത്തൊരു സൈഡിലൊരു ബാഡ്ജൊക്കെ ഉണ്ടായിരുന്നു, 1 ഇയർ ഓൺ ഇന്ത്യൻ റോഡ്സ് എന്ന് പറഞ്ഞിട്ട്. സോ അത് ആ സമയത്ത് ജസ്റ്റ് സോൾഡ് ഔട്ട് ലൈക്ക് ദാറ്റ്. 1000 വണ്ടി എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് ദാറ്റ് ജസ്റ്റ് സോൾഡ് ഔട്ട് ഇൻ ആൻ ഇൻസ്റ്റൻറ്റ് ലിറ്ററലി. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു വണ്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്നും സ്കൂളിൽ പോകുമ്പോൾ ഈ വണ്ടി കാണുമായിരുന്നു. ലൈക്ക് ഇപ്പോൾ അത് കുറേ കാലമായി കണ്ടിട്ട്. ബട്ട് ഇറ്റ് വാസ് റിയലി നൈസ്. അങ്ങനെ ഒരു ബ്ലാക്ക് കളറിൽ ഇറ്റ് വാസ് റിയലി എ ക്യാച്ചി കാർ. അത് കഴിഞ്ഞ് പിന്നെ അവർ ആ കൊല്ലം തന്നെ 2001 ഓഗസ്റ്റൊക്കെ ആയപ്പോൾ അവരൊരു ഫെസ്റ്റിവൽ എഡിഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇറക്കി, വിച്ച് ആർ ദ മോസ്റ്റ് വിയർഡ് ഗ്രാഫിക്സ് ഐ എവർ സീൻ ഓൺ എൻ ഇന്ത്യൻ കാർ. കാര്യം അതിനകത്ത് സൈഡിൽ മൊത്തം ടൊയോട്ട എന്ന് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ 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 എല്ലാ ഡയറക്ഷനിലും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ടൊയോട്ട എന്ന് എഴുതിയിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു ഇവർക്ക് വല്ലവരും പ്രിൻറ്റിങ് തെറ്റിയിട്ട് അങ്ങനെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചതാണോ എന്ന്. പക്ഷേ ടൊയോട്ട ഇങ്ങനെ ഉള്ളതാണ്. കാര്യം പ്രാഡോ ഒന്ന് റിവേഴ്സിലൊക്കെ ഒട്ടിച്ച് വണ്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഗ്രാഫിക് ഡിസൈനിങ് ടീം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആൾക്കാരാണ്. എന്തായാലും ഫെസ്റ്റിവൽ എഡിഷൻ എന്ന് പറഞ്ഞ് ഇറക്കി. ദാറ്റ് വാസ് ബേസിക്കലി ഒരു C2 വേർഷനിൽ വന്നതാണ്. അധികമൊന്നുമില്ല, ഈ സ്റ്റിക്കറും കുറച്ച് കളറും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കുറച്ച് കാലം ഇറങ്ങി. അത് കഴിഞ്ഞിട്ടാണ് അവർ ആദ്യത്തെ ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഉള്ളൊരു ക്വാളിസ് വരുന്നത്. ഇറ്റ് വാസ് ദ GST സൂപ്പർ. സോ GST സൂപ്പർ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ അവരതൊരു ഒരു സുപ്രീം വേരിയൻ്റ് ആയിട്ടാണ് ഇറക്കിയത്. ആ വണ്ടിയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചേഞ്ചാണ് അതിന് പെട്രോൾ എഞ്ചിനാണ് വന്നത്. അതിലാണ് പെട്രോൾ ഇൻട്രൊഡ്യൂസ് ആവുന്നത്. സോ അഗൈൻ നേരത്തെ പറഞ്ഞ പോലത്തെ 1RZE എഞ്ചിനാണ് അതിനകത്ത് വന്നത്. ആൻഡ് ദാറ്റ് ഓഫേർഡ് എ ലോട്ട് ഓഫ് കസ്റ്റമൈസേഷൻ കമ്പയർഡ് ടു ദി അതർ GST വേർഷൻസ്. സോ ഇതിനകത്താണ് ആദ്യമായിട്ട് അവർ ആ ഗ്രാഫിക്സ് എല്ലാം എലിമിനേറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഇതിൽ കാണുന്ന ഡ്യുവൽ ടോൺ എഫക്റ്റ് ആദ്യമായിട്ട് വന്നത് GST സൂപ്പറിലാണ്. ഭയങ്കര വില കൂടുതലായിരുന്നു സാധാരണ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ആരും വാങ്ങിച്ചില്ല. പ്ലസ് അന്ന് ആർക്കും പെട്രോൾ SUV വേണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അതിൻ്റെ അടുത്ത കൊല്ലമാണ് അവർ ഫേസ് ലിഫ്റ്റ് വണ്ടി ഇറക്കുന്നത്. ഫേസ് ലിഫ്റ്റ് വണ്ടി ആക്ച്വലി മാർക്കറ്റ് ഫീഡ്ബാക്ക് എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർ കുറേ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാക്കിക്കൊണ്ട് ക്വാളിസ് ഫേസ് ലിഫ്റ്റ് ഇറക്കുന്നത്. ആക്ച്വലി അതും ഇന്ത്യക്ക് ഒരു ഭയങ്കര ഫസ്റ്റ് ആയിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് ഒരു ഫേസ് ലിഫ്റ്റഡ് മോഡൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അങ്ങനെ, പിന്നെ ഹോണ്ട മാത്രമേ ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇറക്കുന്നത് ആക്ച്വലി ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ബട്ട് ദാറ്റ് വാസ് ഗ്രേറ്റ്. കാര്യം ആ സമയത്ത് കസ്റ്റമേഴ്സ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന കുറേ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് വെച്ചിട്ടാണ് അവർ ആ ഫേസ് ലിഫ്റ്റ് ഇറക്കിയത്. അതേപോലെ ട്രിംസും കാര്യങ്ങളെല്ലാം അവരൊന്ന് റീഷഫിൾ ചെയ്തു. സോ ആദ്യത്തെ വണ്ടിക്ക് ഉണ്ടായിരുന്നത് FS GS GST ആയിരുന്നെങ്കിൽ അടുത്ത വണ്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും, ദാറ്റ് ഇസ് ദ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ FS GS ആൻഡ് RS എന്ന് പറഞ്ഞിട്ടുള്ള ഈ റോയൽ സെലൂൺ ട്രിമ്മാണ് വന്നത്. സോ റോയൽ സെലൂൺ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇറ്റ് വാസ് പ്രൈസ് സിഗ്നിഫിക്കൻ്റ്ലി മോർ ദാൻ ദ GST ഓർ ദ GS. നമുക്ക് കുറച്ചുകൂടെ ഈ ഒരു റിച്ചർ 2 ടോൺ കളർ വന്നു, അലോയ്സ് വന്നു, ഈ വുഡൻ പാനൽസ് ഓൺ ദി ഇൻറ്റീരിയർ വന്നു. ആൻഡ് ദിസ് ലവ്ലി ഇൻറ്റീരിയർ അപ്പോൾസ്ട്രി. ഇത് GSൻ്റെ വെച്ച് നോക്കുമ്പോഴും കുറച്ചുകൂടെ നല്ല മെറ്റീരിയൽ ആയിരുന്നു. സൈഡ്സൊക്കെ വെരി പ്രീമിയം മെറ്റീരിയൽ ആൻഡ് വെലോർ, വെരി നൈസ് ടു സിറ്റ് ഇൻ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട്. സോ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് RS ഇറക്കി. ആൻഡ് RS സത്യം പറഞ്ഞതിൻ്റെ ആദ്യം പെട്രോളിനാണ് ഇറക്കിയത്. അത് കഴിഞ്ഞിട്ട് അവർ ഡീസൽ RSഉം കൂടെ കൊണ്ടുവന്നു. അതൊരു ലിറ്ററലി ഒരു ട്രെൻഡിങ് വണ്ടി തന്നെയായിരുന്നു ആ സമയത്ത്. കാര്യം ബാക്കി എല്ലാവരും സാധാരണ കോളസ് മേടിച്ചിട്ട് എല്ലാവരും RS പോലെ ആക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ റോട്ടിൽ കാണുന്ന ഒട്ടുമുക്കാൽ ഈ പച്ച കോളസ് എന്ന് പറയുന്ന ആ ഒരു ഐറ്റം, ഒരു 90% ഓഫ് ദം ഒറിജിനൽ പച്ച കോളസ് അല്ല. അതെല്ലാം സാധാരണ GSഉം FSഉം എടുത്തിട്ട് അതുപോലെ ആക്കുന്നതാണ്. ദ റിയൽ വൺസ് ആർ വെരി 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 റെയർ നൗ. അപ്പോൾ ലിറ്ററലി ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ഇതൊരു വികാരമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത കൊല്ലം 2005 ക്വാളിസ് ടോപ്പ് ദ JD പവർ ക്വാളിറ്റി സർവേ. ഞാനല്ല കേട്ടോ, വേറെ JD ആണിത്. എന്തായാലും ആ JD പവറും ടോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് എല്ലാവരും ഒരു ഭയങ്കര ഷോക്കിംഗ് ന്യൂസ് കിട്ടിയത്, ക്വാളിസ് അവസാനിച്ചു. അത് അഗൈൻ ഒരു ഭയങ്കര ഷോക്കിംഗ് ഡിസിഷനായിരുന്നു.
അത് കഴിഞ്ഞ് ഇന്നോവ വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴും ആൾക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി, ദാറ്റ് എന്തായാലും ഇന്നോവ ഈ കോളസിൻ്റെ പ്രൈസിന് കിട്ടൂല. ഇറ്റ് വാസ് ഗോയിങ് ടു ബി എ മച്ച് മോർ പ്രീമിയം വെഹിക്കിൾ. പിന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ദാറ്റ് കോളസ് അബ്യൂസ് ചെയ്യുന്ന പോലെ ഒരു ഇന്നോവ നമുക്ക് അങ്ങനെ പുഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കാര്യം കോളസിൻ്റെ ലീഫ് സ്പ്രിംഗ് റിയർ സസ്പെൻഷനും അതേപോലെ ഇതിൻ്റെ ഈ ഒരു ബോഡി ഓൺ ലാഡർ കൺസ്ട്രക്ഷനും എല്ലാം ഇറ്റ് വാസ് വെരി അബ്യൂസ് ഫ്രണ്ട്ലി. നമുക്ക് എങ്ങനെയൊക്കെ ഓടിച്ചാലും ഈ വണ്ടി ഒരു ഇറ്റ് വുഡ് ജസ്റ്റ് ടേക്ക് ഇറ്റ് ഇൻ ഇറ്റ്സ് സ്ട്രൈഡ് ആൻഡ് ഗോ ഓൺ. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും തുടക്കം തന്നെ പറഞ്ഞത്, ഇത് നമ്മുടെ പാവങ്ങളുടെ 70 സീരീസ് ആണെന്നുള്ള കാര്യം. 4 വീൽ ഡ്രൈവ് ഇല്ലാന്നേ ഉള്ളൂ, അതേപോലെ പണിയെടുക്കും, അതേപോലെ കേപ്പബിലിറ്റി ഉള്ള ഒരു ബെയർ ബോൺസ് ബേസിക് SUV ആണ് കോളസ്. ആൻഡ് നമുക്ക് ഇന്ത്യക്കാർക്ക് എത്ര കോളസ് ഇഷ്ടമായിരുന്നു എന്നുള്ളത് നമുക്ക് ശരിക്കും ഇപ്പോഴത്തെ ഒരു മൂവി കൾച്ചറും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ അറിയാം. സാധാരണ ഒരു വണ്ടി നിർത്തിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെപ്പറ്റി ഒന്നും കേൾക്കലൊന്നും ഉണ്ടാവില്ല. നോബഡി ടോക്സ് അബൌട്ട് ഇറ്റ് ആൻഡ് യു ആർ ഡൺ. വേറെസ് ഒരു കോളസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ കോളസ് ശരിക്കും ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മുടെ മലയാളം സിനിമ എടുത്താലും കഴിഞ്ഞ ഇപ്പോൾ ഈ കൊല്ലത്തെ 2 ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ 2ലും സ്റ്റാർ ഇതിൽ തന്നെ കോളസ് ഉണ്ട്. മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം 10 സീറ്റാണ് കോളസിനുള്ളതെന്നുള്ളത്. അതേപോലെ രംഗണ്ണൻ്റെ ഫേവററ്റ് വണ്ടിയാണെന്നുള്ളത് നമുക്ക് ആവേശം കണ്ടപ്പോഴും മനസ്സിലായി. ആൻഡ് ഇറ്റ്സ് നോട്ട് വിത്തൗട്ട് റീസൺ. കാര്യം ഇത്രയും നല്ലൊരു വണ്ടി, ഇത്രയും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന വണ്ടി എനിക്ക് തോന്നുന്നു വേറെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ അങ്ങനെ ഇറങ്ങിയിട്ടില്ല. ആൻഡ് എല്ലാവർക്കും കോളസ് എന്ന് പറയുമ്പോൾ മനസ്സിലൊരു ഇമോഷണൽ കണക്റ്റ് ഉണ്ട്. സോ എൻ്റെ കാര്യം പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. വിച്ച് ബ്രിങ്സ് മീ ടു ദ സ്റ്റോറി ഓഫ് ദിസ് കോളസ്. സോ കോളസ് ഇറങ്ങുമ്പോൾ ഞാൻ ആക്ച്വലി സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ അപ്പം തൊട്ട് എനിക്ക് എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ദാറ്റ് എനിക്ക് യൂട്ടിലിറ്റി വെഹിക്കിൾ, വാൻ, പിക്കപ്പ്, എനിക്ക് ഇങ്ങനത്തെ പണിയെടുക്കുന്ന വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. സോ കോളസ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ലൈക്ക് വാവ്, ഇത് കൊള്ളാലോ, എന്ത് രസമാണ് അത്. ലൈക്ക് ഇൻറ്റീരിയേഴ്സ് വെർ വെരി നൈസ്. കാണാൻ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് സ്റ്റിൽ എന്തോ എനിക്ക് അതിനകത്തൊരു അവനത്വം ഉണ്ടായിരുന്നു. ഇറ്റ് ലുക്ക്ഡ് വെരി നൈസ്, ഇറ്റ് വാസ് ഗ്രേറ്റ് ടു ഡ്രൈവ് എന്ന് ആൾക്കാർ പറയുന്നു. എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്, ബട്ട് ഇറ്റ് വാസ് ഗ്രേറ്റ്. എനിക്ക് അതിനെ റിയലി വാണ്ടഡ് വൺ. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അച്ഛനെ ഞാൻ കുറേ മൂപ്പിച്ചായിരുന്നു നമുക്ക് കോളസ് മേടിക്കാമെന്ന് പറഞ്ഞിട്ട്. ഏറ്റില്ല. അതിൻ്റെ പകരം നമ്മൾ കോംപ്രമൈസിലെത്തിയത് മാരുതി വേഴ്സയിലായിരുന്നു. ആക്ച്വലി ഇപ്പോൾ ഓർക്കുമ്പോൾ അത് വളരെ ഒരു ഡിസാസ്റ്റർ തീരുമാനമായിരുന്നു. കാര്യം അന്ന് കോളസ് ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും വലിയ വണ്ടിയും കൊണ്ട് എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ചിട്ടാണ് പോയി വേഴ്സ എടുത്തത്. അമിതാഭ് ബച്ചനും അഭിഷേക് ബച്ചനും കൂടെ ചേർത്ത് നമ്മളെ പറ്റിച്ചു. അത് എന്താ പറയുക, അതൊരു നമ്മൾ മനസ്സിൽ പ്രതീക്ഷിക്കുന്ന പോലത്തെ ആ ഒരു ഫീലൊന്നും ഒരിക്കലും ഉണ്ടായിരുന്നില്ല. വേറെ എനിക്ക് മനസ്സിൽ എന്നും വേണ്ടിയിരുന്നത് വാസ് ആൻ RS വിത്ത് ക്യാപ്റ്റൻ സീറ്റ്സ് ആൻഡ് ഇൻ റെഡ് കളർ. അപ്പോൾ ആ ഒരു ഇത് ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഇത്രയും കൊല്ലം ഞാൻ കുറേ കൊല്ലം ആക്ച്വലി ഞാൻ ചേസ് ചെയ്തു. ഒരു നല്ലൊരു കോളസിന് വേണ്ടി ഞാൻ ഒരുപാട് തപ്പിയിട്ടുണ്ട്. ആൻഡ് അപ്പോൾ എനിക്ക് കുറേ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു ദാറ്റ് ഇറ്റ് ഹാസ് ടു ബി റെഡ് ആൻഡ് ഗോൾഡൻ RS തന്നെ വേണം. അതേപോലെ ഇൻറ്റീരിയർ ഒറിജിനൽ ഫാബ്രിക് ആയിരിക്കണം ആൻഡ് ഒറിജിനൽ കേരള നമ്പർ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ തപ്പി അവസാനം എനിക്ക് മനസ്സിലായി ഏതായാലും വണ്ടി കിട്ടാൻ പോകുന്നില്ല. വെരി ഗുഡ്. അപ്പോൾ ആ ഒരു മോഹം നമുക്ക് വാങ്ങി വെക്കാമെന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ റാൻഡമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ ഈ വണ്ടി കണ്ടുപിട്ടിയത്. സോ ഞാൻ കയറി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ദാറ്റ് ഇറ്റ് ഇസ് എ പെട്രോൾ കോളസ്. സോ വണ്ടിയുടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോഴേക്കും ഫുൾ സർവീസ് ഹിസ്റ്ററി ഉണ്ട്, ടൊയോട്ടയിൽ തന്നെ, വെരി വെൽ മെയിൻറ്റെയിൻഡ്. അപ്പോൾ അതുകൊണ്ട് ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, നമുക്കിത് എന്തായാലും ഇതങ്ങോട്ട് ക്ലോസ് ചെയ്യാമെന്നും പറഞ്ഞ് അങ്ങനെ പോയി എടുത്തൊരു വണ്ടിയാണ്. ആൻഡ് ഐ റിയലി എൻജോയിങ് ദിസ് കാർ എവറി ഡേ. എനിക്കിപ്പോഴും ഞാൻ മനസ്സിൽ എന്തായിരുന്നോ അന്ന് ആ കാലത്ത് ഒരു കോളസിനെ പറ്റി ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ആ ഒരു എക്സ്പെക്റ്റേഷൻ ശരിക്കും സത്യം പറഞ്ഞാൽ ലിവപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട് നെവർ മീറ്റ് യുവർ ഹീറോസ് എന്നുള്ളത്. കാര്യം നമ്മൾ മനസ്സിലുണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ഇംപ്രഷൻ വെച്ചിട്ട് you will find out that it might be disappointing, whereas this is one of those rare cases. ഞാൻ ഓടിച്ചിട്ട് എന്താണോ ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു കംഫർട്ട്, ആ ഒരു ഡ്രൈവിംഗ് ഫീൽ, അതെല്ലാം എനിക്ക് ഈ വണ്ടിയിൽ അതേപോലെ തന്നെ കിട്ടി. ആൻഡ് I'm really fortunate for that. So yeah, ഇതൊക്കെയാണ് കോളസിൻ്റെ വിശേഷങ്ങൾ. ആൻഡ് this is a car which deserves a fitting tribute. ആൻഡ് ഈ എപ്പിസോഡ് അത് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഈ എപ്പിസോഡിനെ പറ്റിയുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളെല്ലാം ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അതേപോലെ നിങ്ങൾക്ക് കോളസ് ആയിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസുകളൂടെ പ്ലീസ് ഡു ഷെയർ ഇൻ ദ കമൻറ്റ്സ്. എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ റാപ്പപ്പ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഗൈസ്. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. അതേപോലെ ലൈക്കും കൂടെ ചെയ്താൽ നമ്മുടെ അൽഗോരിതത്തിനും നന്നായിരിക്കും. ചാനൽ ഫോളോ ചെയ്യാത്തവർ ഡു കൺസിഡർ ക്ലിക്കിംഗ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. Thank you guys and have a great day. Bye-bye.